ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുദ്ദത്തിലാണ് ഞാൻ വരുന്നത്. പ്രത്യാപക പദത്തിൽ കഴിഞ്ഞ് പൊറുപൂർ പദത്തിൽ കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഈ സംഭവം പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരുണ്ട്. ഇതിൻ്റെ ഉമ്മ 3 വർഷത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടേക്കൂടി നമ്മൾ അറിയില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താണ്, വീണ്ടും നമ്മുടെ ഉണ്ട്. നമ്മുടെ ജീവിതം പഴയതുമായിരിക്കും. പിന്നെന്താ ഈ സാധനം കൊണ്ട് കാര്യമില്ല, ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. പ്രയോജനമില്ല എന്ന് മാത്രമല്ല, ഇത് നാളെ അകത്ത് ഭയങ്കര ബോധമാവും. ഖുർആൻ ജീവിതത്തിന് മാറ്റണം, ഖുർആൻ ജീവിതത്തിന് മാറ്റണം. ഖുർആൻ പവർള്ള സാധനമാണ്. ഖുർആൻ ഹൃദയത്തിൽ അറിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം മാറും. അതിന്റെ വ്യക്തമായ തെളിവാണ് സഹാബ, വ്യക്തമായ തെളിവാണ് സഹാബ. തുഫൈൽ ബിൻ അംർ ദൗസി നിങ്ങൾ കേട്ടിരുന്ന അയാളെ, ഈ സഹാബിനെ നിങ്ങൾ കേട്ടിരുന്നു? തുഫൈൽ ബിൻ അംർ ദൗസി കേട്ടില്ലല്ലോ? മാഷാ അല്ലാഹ് നിങ്ങൾ കേട്ടു. തുഫൈൽ ബിൻ അംർ ആണ് അദ്ദേഹത്തിന്റെ പേര്. ദൗസ് ഗോത്രക്കാരനാണ് അദ്ദേഹം. ഭയങ്കര ബുദ്ധിമാനായിരുന്നു, ചാലാക്ക്. തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭയങ്കര കവി സാഹിത്യകാരനാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളെ കേരളക്കാർ ഭയങ്കര ഫുട്ബോൾ കളിക്കാരാണ് അല്ലേ? നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള മലബാറുകാരൊക്കെ ഭയങ്കര ഫുട്ബോളിന്റെ ആൾക്കാരാണ്. ഇന്ത്യയിൽ കുറെ ഫുട്ബോൾ കളിക്കാരുണ്ട്, പക്ഷെ വേൾഡ് കപ്പിൽ ഇതുവരെ കളിച്ചിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? ഇന്ത്യക്കാർ കളിച്ചു. ഇന്ത്യയിൽ ഭയങ്കര കളിക്കാറുണ്ട്, വേൾഡ് കപ്പ് കളിക്കാനായി. ഇതേമാതിരി മക്കയിൽ കുറെ കവികളുണ്ട്, പക്ഷെ റൊക്കാല എന്നൊക്കെ പറഞ്ഞ ചന്തകളിൽ ഇതേമാതിരി വേൾഡ് കപ്പ് പോലെ രാജ്യങ്ങളുടെ പല ഭാഗത്തുള്ള വലിയ കവികൾ വരും. അതിലെല്ലാവർക്കും പാടാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. ക്രിക്കറ്റ് എല്ലാവരും കളിക്കുന്നുണ്ട്, പക്ഷെ ഇന്ത്യൻ ടീമിൽ എല്ലാവരും സെലക്ട് ആവില്ല. അത് സെലക്ട് ആയ ആൾക്കാർ മാത്രമേ കളിക്കൂ. ഇതേപോലെ ഇതിൽ പാടാൻ പറ്റിയെന്ന് വെച്ചാൽ അന്നത്തെ മക്കയിൽ, അന്നത്തെ മക്കന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ നൽകിയത് മുഅ്ജിസത്താണ്. അതാണ് ഖുർആൻ ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ നബിമാർക്കും ഓരോ മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. മൂസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്ത് എന്താണ്? മൂസാ അലൈഹി ഇസ്ലാമിന് കൊടുത്ത സാധനം വടിയായി. അതേമാതിരി കൈ കഷത്തിൽ വെച്ചിരിക്കുന്ന ആക്കിയ പ്രകാശം വഴിമാണ്. ഇതായിരുന്നു മൂസാ അലൈഹി സ്വലാം. എന്താ മൂസാ അലൈഹി സ്വലാമിന് അങ്ങനെ കൊടുക്കാൻ കാരണം പറഞ്ഞാൽ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കൗമ് ഫുള്ള് മെജീഷ്യന്മാരെ കൗമാണ്. എന്ത് കൗമാണ്? ഫുള്ള് മെജീഷ്യന്മാരാണ്. ഓരോട് ഖുർആനൊന്നും കൊണ്ടുപോയിട്ട് സാഹിത്യമൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഓർക്ക് ആവശ്യമുള്ള സാധനം തന്നെ അവർക്ക് മാജിക്. അവിടെ മൂസാ നബിക്ക് വടി, ഇതാ പാമ്പാകുക, ഇന്നത്തെ പരിപാടി. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്ത് എന്തായിരുന്നു? മരിച്ചവരെ ജീവിപ്പിക്കുക, മാറാത്ത വെള്ളപ്പാണ്ട് കുഷ്ഠരോഗത്ത് മാറ്റുക. കാരണം മൂപ്പരെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ ഒക്കെ വൈദ്യന്മാരെ ഓരോട് നിൽക്കാനായി. റസൂലുള്ളാഹി വന്നപ്പോൾ തങ്ങളുടെ മൈതാനം ഭയങ്കര സാഹിത്യക്കാരുടെ മൈതാനം. കവിത എഴുതുക, ഇങ്ങനെ ഹറമിൽ കൊണ്ടിരിക്കും. സബുഅൽ മുഅല്ലഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിതാ സമാഹാരങ്ങളൊക്കെ ഒക്കെ എഴുതി കൊടുക്കുക. അങ്ങനെ അതിന്റെ കാലം. അതുകൊണ്ട് തുഫൈൽ ബിൻ അംർ ദൗസി ഇത്ര വലിയ കവിയാണ്. അദ്ദേഹം കവിതയ്ക്ക് വേണ്ടി വന്നതാണ്. വന്നപ്പം അദ്ദേഹം പിന്നെ മക്കത്ത് വന്ന്, അതായത് മക്കത്തെ അടുത്ത് വന്നതാണ്. നമ്മളൊക്കെ സാധാരണ ജിദ്ദക്കാരൊക്കെ കച്ചവടത്തിന് ഇല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിലും പോകുമ്പോഴും നാട്ടിലേക്ക് വരുമ്പോഴും നാട്ടിൽ നിന്ന് വന്നാലൊക്കെ എന്ത് ചെയ്യും? ഉംറയും തവാഫ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഇദ്ദേഹം വിചാരിച്ചു തവാഫ് ചെയ്തിട്ട് പോവാണ്. അങ്ങനെ അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അബൂജഹൽ, അവിടുത്തെ വലിയ വലിയ ആൾക്കാർ, അങ്ങനെ വലിയ അറിയപ്പെട്ട കവിയാണ്, ദൗസ് ഗോത്രത്തിന്റെ നേതാവാണ്, ബുദ്ധിമാനാണ്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഖുർആന്റെ തിലാവത്ത് കേട്ടാൽ, ഈ ഖുർആൻ ഓതൽ കേട്ടാൽ ഈ തുഫൈൽ എങ്ങാനും മാറിപ്പോയാലോ, മാറുന്നുള്ള കാര്യം ഇവർക്കെന്നെ അറിയാം. അതുകൊണ്ട് തുഫൈൽ ബിൻ അംർ ദൗസിക്ക് ഭയങ്കര സ്വീകരണം കൊടുത്തു. നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ സ്വീകരണമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ചെവിയിൽ പഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു മുഹമ്മദ് ഉണ്ട്, പലതും പറയണ, യാതൊരു ഐഡിയ ഇല്ലാതെ ഗോവാണ് പറയുന്നത്, അതുകൊണ്ട് അത് കേൾക്കണ്ട, കേട്ടാൽ ആകെ ജീവിതം കൊളാവും പറഞ്ഞിട്ട് പഞ്ഞി വെച്ചു കൊടുത്തു. എന്നിട്ട് പഞ്ഞി വെച്ചിട്ടാണ് അദ്ദേഹം ഹറമിൽ കൊണ്ടത്.
അതേ അറബ് വന്ന് തവാഫ് കഴിയുമ്പോൾ റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കും. ശാസ്ത്രങ്ങളെ കണ്ടപ്പോൾ തന്നെ തുഫൈൽ തന്നെ തോന്നി, ഞാൻ ഒരു ബുദ്ധിമാൻ, ഒരു ഗോത്രത്തിന്റെ തലവൻ, എത്ര വലിയ കവിയും സാഹിത്യകാരനും, ഒരു ചെറിയ കുട്ടികളെ പോലെ പഞ്ഞി തിരിഞ്ഞിട്ട് നടക്കാൻ ആദ്യം അതൊരു വന്നു, അതെടുത്ത് ഒഴിവാക്കി. നബിതങ്ങൾ ശാസ്ത്രം തങ്ങളെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് നല്ല മനുഷ്യൻ, നൂറാനി ചഹര, നല്ല പ്രകാശമുള്ള നബിതങ്ങൾ ശാസ്ത്രങ്ങൾ വീട്ടിൽ അവിടെ പോയപ്പോൾ അദ്ദേഹം കൂടെ പോയി ചോദിച്ചു, എന്തിലേക്കാണ് നിങ്ങൾ ആളുകൾ വിളിക്കുന്നത്? റസൂലുള്ളാഹി ശാസ്ത്രം തങ്ങൾ ലായിലായില്ല ഖുർആന്റെ കുറച്ച് ഭാഗങ്ങളോട് ഊതി കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. സാധാരണ ഈ ടെക്നിക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ അറിയുന്ന ആളുകൾക്ക് വേഗം അതിന്റെ എല്ലാ കളിയും ചെയ്യും. ഇപ്പൊ ഒരു മെജീഷ്യൻ വേറൊരാൾ മെജീഷ്യൻ കളി കളിക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ടെക്നിക്ക് എന്ന് അയാൾക്ക് വേഗം ഓടും. ഒരു ഇലക്ട്രീഷ്യൻ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വേഗം അറിയാം അത് ഇന്നത് ഇതായതാണ്. ഇപ്പൊ ഈ പള്ളിയാണ്, ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്ക് അയാളല്ല ചെയ്തത്, പക്ഷെ അവിടെ ഇലക്ട്രിക് പോയാൽ അയാൾക്ക് മനസ്സിലാവും ഇന്നതായിരിക്കും. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കറിയാം ഇന്നതായിരിക്കും. അതേപോലെ തുഫൈൽ ഇബ്നു അംർ ദൗസി കവിയാണ്, സാഹിത്യകാരനാണ്, അദ്ദേഹത്തിന് സാഹിത്യം ഉള്ളറിയാം. അദ്ദേഹത്തിന് കേട്ട മനസ്സിലായി ഇതൊന്നും ഒരു മനുഷ്യർക്ക് ഓതാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയാൻ പറ്റുകയാണെങ്കിൽ എനിക്കിത് പറയാൻ പറ്റണം, പക്ഷെ ഇത് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്തായാലും മനുഷ്യവചനല്ല, ഇത് അല്ലാഹുവിന്റെ ഭാഗ്യമാണ്. അപ്പം തന്നെ അദ്ദേഹം ഖുർആന്റെ പവർ എത്ര നിങ്ങളാണ് ഖുർആൻ കേട്ടിട്ടേ ഉള്ളൂ, അതിന് മാറി, അപ്പോഴേക്കും മാറി. തുഫൈൽ ഇബ്നു അംർ ദൗസി റസൂലുള്ളാഹി ശാസ്ത്രം തങ്ങൾ ചോദിച്ചു, ഞാൻ റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ പറഞ്ഞോ, തുഫൈൽ എന്റെ നാട്ടിലേക്ക് പോയിക്കോ, ആളുകളോടൊക്കെ അള്ളാഹിനെ പറ്റിയൊക്കെ പറയും എന്ന് പറഞ്ഞു. അതേ വീട്ടിലെത്തി ഫസ്റ്റ് ഭാര്യനെ കണ്ടു. ഭാര്യനോട് പറഞ്ഞു, എന്നോട് സംസാരിക്കൽ എനിക്ക് ഹറാമാണ്. ഭാര്യ എന്താ ഇത്ര വലിയ പ്രശ്നം, എന്നോട് സംസാരിക്കൽ ഹറാമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി പറഞ്ഞു, അത് നീ വിശ്വസിക്കാത്ത കാലത്തോളം എന്നോട് സംസാരിക്കൽ ഹറാമാണ്. ഭാര്യ പറഞ്ഞു, അത്രയല്ല പ്രശ്നമുള്ളൂ, ഞാൻ വിശ്വസിച്ചോളാന്നല്ലോ. ഭാര്യ വിശ്വസിച്ചു. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ വിശ്വസിച്ചു. വാപ്പനോട് പറഞ്ഞു, വാപ്പി വിശ്വസിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഇത് നല്ലൊരു ട്രിക്കാണ്. അദ്ദേഹം ദൗസ് ഗോത്രക്കാരെല്ലാവരും വിളിച്ചു, അത് നേതാവാണ്. വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ ദൗസ് ഗോത്രക്കാർ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാണ്, നിങ്ങൾ ഭയങ്കര അങ്ങനത്തെ ആളാണ്, നിങ്ങൾ ഇങ്ങനത്തെ ആളാണ്, തീരുമാനം എടുക്കാൻ പവറുള്ള ആളാണെന്നൊക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഹറാമാണ്, നിങ്ങൾ കെലിമ പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അങ്ങനൊന്നും ഇപ്പം നടക്കൂല, പെരേ നടക്കുന്ന കാര്യം എവിടെ നടന്നില്ല, അങ്ങാടിയിൽ നടക്കണമെന്നില്ല. അംഗീകരിക്കാതെ ആളുകൾ ദഅവത്ത് സ്വീകരിച്ചില്ല. ഉടനെ തുഫൈൽ ഇബ്നു അംർ ദൗസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ദുആ ചെയ്യണം, കേടായിട്ട് ദുആ ചെയ്യണം ദൗസ് ഗോത്രത്തിന്. ഒറ്റൊന്നും മുസ്ലിം ആവില്ല, ഫുള്ള് ഫുഡേ പോട്ടെ, വെറുതെ എന്തിനാണ് അള്ളാഹ് വിശ്വസിക്കാത്ത കുറെ എണ്ണം നാട്ടിൽ ഫുള്ള് തകർന്നു പോട്ടെ, കേടായിട്ട് ദുആ ചെയ്യണം. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, തങ്ങൾ കൈകൊണ്ടിച്ചു, തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ, അല്ലാഹുമ്മ ഹ്ദി ദൗസ. ദൗസിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസ് ഗോത്രത്തിന് ഹിദായത്ത് കൊടുക്കണേ, ദൗസ് ഗോത്രത്തിന് ഹിദായത്ത്. എന്തിനാ ദുആ ചെയ്യാൻ പറഞ്ഞത്? അവനാണ്, നശിക്കാനാണ്. പക്ഷെ നബിമാർ ഒരിക്കലും ആളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. നബി തന്ന ശാസ്ത്രങ്ങളും ഉമ്മത്തികളും ആൾക്കാരെ നശിപ്പിക്കാൻ വന്നതല്ല, ആൾക്കാരെ കേടായിട്ട് ദ്വാരക്കാൻ വന്നതല്ല, ആളുകളെ നരകത്തിലേക്ക് അയക്കാൻ വന്നതല്ല, ആളുകളെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ വേണ്ടി വന്നതാണ്. നബി തന്ന ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഈ സമാധാനപരമായി ദഅവത്തി, ഹിക്മത്തോടെ ദഅവത്തി, വളരെ സാവകാശം കൊടുക്കുക ആൾക്കാർക്ക്. ഈ കടുപ്പം കാണിക്കല്ലേ, കടുപ്പം കാണിക്കല്ലേ, വളരെ മയമായ നിലയിൽ എളുപ്പത്തോട് കൂടി ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ തുഫൈൽ ഇബ്നു അംർ ദൗസി പോയി പണിയെടുത്തു. തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു കുറച്ച് കാലത്തിന് ശേഷം 80 ഗറാനും കെ സാത്ത്, എന്ന് വെച്ചാൽ 80 കുടുംബങ്ങളെയായിട്ട്, 80 ആൾക്കാരല്ല, പിന്നെന്താണ്, 80 കുടുംബങ്ങളായിട്ട് റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ അടുത്തേക്ക് മദീനയിൽ. ഒരു കുടുംബത്തിൽ തന്നെ എത്ര ആൾക്കാരുണ്ടോ? 80 കുടുംബങ്ങളായിട്ടാണ് വന്നത് ഈ ഒരു ആൾ. അതിലൊരാളാണ് നിങ്ങൾക്ക് തുഫൈൽ ഇബ്നു അംർ ദൗസിനെ അറിയുമെന്ന് ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് അറിയുന്ന ഒരാളായിട്ടുണ്ട്, ആ ആളാണ് അബൂ ഹുറൈറ.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തുഫൈൽ ഇബ്നു അംർ ദൗസിന്റെ സമ്പാദ്യം. ലോകത്ത് അബൂ ഹുറൈറ എന്ന് പറയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല, ലോക ചരിത്രത്തിലുണ്ടാവില്ല. കാരണം മദ്രസകളിൽ കിതാബുകൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരോട് റിയാദ് സാലിഹ് വായിച്ചു, ഞാൻ അബൂ ഹുറൈറ ഉണ്ടാവും എന്തായാലും. കാരണം ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത ആൾ അബൂ ഹുറൈറ. ലോകത്തൊന്നും പറയുന്ന ഒരു പേരാണ് അബൂ ഹുറൈറ. മാത്രമല്ല ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്ന ഒട്ടുമിക്ക അമലുകളുടെ പ്രതിഫലം ആർക്കുള്ളാണ്? നമ്മളതൊന്നും അറിയിക്കില്ല. നമ്മള് ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സഹീഹിന്റെ അവസാനത്തെ ഹദീസ് കിതാബ് പൂർത്തിയാവുന്ന ഹദീസ് എന്താണെന്ന് പറഞ്ഞാൽ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ വസഖീലത്താനി ഫിൽ മീസാൻ വഹബീബത്താനി ഇലാ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്. നാവിന് ഭയങ്കര കനം കുറഞ്ഞത്, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് കലിമ, മീസാനിൽ ഭയങ്കര തൂക്കമുള്ള വസ്നുള്ള രണ്ട് കലിമ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹ്. ഇത് റിവായത്ത് ചെയ്ത ആളാരാണ്? അബൂ ഹുറൈറ. നമ്മൾ ഒരുപാട് ഹദീസുകൾ അമൽ ചെയ്യില്ല, അതൊക്കെ അതിൽ കുറെ അബൂ ഹുറൈറ റളിയല്ലാഹു. ഇതിന്റെ പ്രതിഫലം മുഴുവനും അബൂ ഹുറൈറ റളിയല്ലാഹു എത്ര ഉണ്ടാവും? അബൂ ഹുറൈറ റളിയല്ലാഹുവിന് മാത്രമല്ല കിട്ടുക, തുഫൈൽ ബിൻ അംർ ദൗസിക്കും കിട്ടും. ഞാൻ പറഞ്ഞു തുഫൈൽ ബിൻ അംർ ദൗസി ഞങ്ങൾ ആരും കേട്ടില്ല എന്ന് പറഞ്ഞു. കേൾക്കാത്ത ആൾക്കും കിട്ടുകയാണ്. ആരുടെ? ഇതാണ് കച്ചവടം. ഇതാണ് കച്ചവടം. മനസ്സിലായില്ലേ? ഖുർആൻ പഠിച്ചാൽ ഉണ്ടാവുന്ന ലാഭങ്ങളിൽപ്പെട്ട ലാഭമാണ്. സ്വന്തം നന്നാവുക, ബാക്കിയുള്ളവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാത്ത സമ്പാദ്യങ്ങൾ ഒന്നുകൂടിക്കും. അതുകൊണ്ട് ഖുർആൻ മനുഷ്യനെ വലിയ ലക്ഷ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഖുർആൻ ജീവിതങ്ങളിൽ മാറ്റണ്ടാക്കിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പോയത് നബിതങ്ങൾ സഹാസങ്ങളെ വധിക്കാൻ വേണ്ടി. നമുക്ക് ആ സംഭവം ശരിക്കും പഠിച്ചാൽ നമുക്ക് ആ രംഗം മനസ്സിലാവുള്ളൂ. നബിതങ്ങൾ സഹവാസങ്ങൾ നബിയൊക്കെയാണ് സംഗതി. പിന്നെ ഇലാഹികളെ കുറ്റൊക്കെ പറയുന്നെങ്കിലും നബിതങ്ങൾ സഹാസങ്ങളെ രോമം തൊടാൻ ഒരാൾക്കും ധൈര്യമില്ല. എന്താ അതിന്റെ കാരണം എന്താണ്? ബനു ഹാഷിം ബനു അബ്ദു മനാഫൊന്നും വെറുതെ അവരെ കുടുംബക്കാരെ തൊടാൻ എന്ത് ചെയ്യൂല, സമ്മതിക്കൂല. അതുകൊണ്ട് മക്കയിലുള്ള ബാക്കി പോക്കിരികൾക്കൊക്കെ നബിതങ്ങൾ സഹാസങ്ങൾ എന്താ ചെയ്താൽ കൊള്ളാന്നില്ല. പക്ഷെ കുടുംബത്തിന് തൊട്ടാൽ മൊത്തം കുടുംബം വേറെ രീതിയിൽ കൈകാര്യം ചെയ്യും. അവിടുത്തെ വലിയ കുടുംബമാണ് നബിതങ്ങൾ സഹാസങ്ങളുടെ കുടുംബം, ഖുറൈശിയാണ്. അങ്ങനെ ഒരു മുശാവറ നടത്തിയപ്പോൾ ആരാണ് മുഹമ്മദ് സഹാസങ്ങളെ വധിക്കാന്ന് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യൻ മാത്രമാണ് തയ്യാറായത്. ഒറ്റ മനുഷ്യൻ. അറബികളിൽ എന്തെല്ലാം ആൾക്കാരുണ്ട്. ഷെയ്ത്താനും ഈ ഷയാത്തീന് ഖുറൈശ് എന്നൊക്കെ പറയുന്ന പിന്നെ ഉമൈർ ബിൻ വഹബൊക്കെ ഉണ്ട്. വലിയ വലിയ ജഗജില്ലികളുണ്ട്. പക്ഷെ ആകെ ഒരാൾ മാത്രമേ എഴുന്നിട്ടുള്ളൂ. അത് ഉമറായി. ഞാൻ റെഡിയാണ്. എല്ലാവരും ഒന്നടങ്കം പാസ്സാക്കി. അതിന് പറ്റിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അതിന് പറ്റിയ ആൾ മൂപ്പരേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു വാൾ ഊരി പോവാണ്. ഈ വാൾ ഊരാന്ന് പറയാൻ മനസ്സിലാവില്ല. അറബികൾക്ക് അവരെ വാള് സിസ്റ്റങ്ങളുണ്ട്. അവർക്ക് എല്ലാ കാര്യത്തിനും സിസ്റ്റം ഉണ്ട്. അവരെ കേവന്റെ പാത്രത്തിന്റെ സിസ്റ്റങ്ങൾക്ക് അറിയാം. കേവ് പിടിക്കുന്ന ആ ചെറിയ പാത്രമില്ലേ, അതിന്റെ സിസ്റ്റം എന്താ? വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അൽക്കുക, മറ്റാണ് ഇങ്ങനെ അൽക്കുക. കണ്ടില്ലേ? കേട്ടില്ലേ? മനസ്സിലല്ലേ? ഇങ്ങനെ ആക്കിയാൽ പിന്നെ ഇതൊരു ഇങ്ങനെ ആക്കിയാൽ അവിടെ വെച്ചാൽ കഴിഞ്ഞു. ഇത്ര ഫുള്ള് ഇഷാറമല്ല അവരെ കളിയൊക്കെ ഉണ്ട്. ഇതേപോലെ ഈ വാളിനും സിസ്റ്റം ഉണ്ടായിരുന്നു. ആ വാള് കൊണ്ടുപോകണ കണ്ടാൽ അറിയാം എന്തോ ഒരു പരിപാടിക്ക് പോകണം. വെറുതെ കത്തി കച്ചവടക്കാരുണ്ടോ? കത്തിയിട്ട് പോകണാണ്ട് ആരും ഞാൻ ആർക്കാൻ പോകണ ചോദിക്കില്ല. മുല്ലാക്ക് കത്തി ഉണ്ടോണ്ടാല് എന്താ പൂത്തിന് അറക്കാനോ വീട് അറക്കാനോ എന്താ പോവാണെന്ന് മനസ്സിലാവും. ഇതേപോലെ അത് കണ്ടപ്പോഴാണ് ഷാഹിദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വൈകി ചോദിച്ചു എടുക്കാൻ പോകണ വേണം. അപ്പൊ പറഞ്ഞു ഇങ്ങനെയാണെന്ന്. ഷാഹിദ് ബിൻ അബി വഖാസ് ഞാൻ കത്തിയിരുന്നേ. ഷാഹിദ് ബിൻ അബി വഖാസ് പറഞ്ഞു മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ചോദിച്ചു ബനു ഹാഷിം മുനാഫൊക്കെ വെറുതെ പോലും ഞെട്ടിച്ചു. അവർ എന്റെ ചോദ്യം കേട്ടിട്ട് ഈ അതിൽ കുടുങ്ങിയമാരുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ അത് സത്യമാണെങ്കിൽ കുടുങ്ങിയാലെന്ന്. ആദ്യം നീ ആയിക്കോട്ടെ പരിപാടിയാണ്. ആയിക്കോട്ടെ തന്നെ മുമ്മിനായോട് കൂടി ധൈര്യം ഉണ്ടാവും. നമ്മൾ മുമ്മിനാണോ ഒറിജിനൽ എന്ന് അറിയാനുള്ള ഏക മാർഗം പറഞ്ഞാൽ
ദീനിനെതിരിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ഹിമ്മത്ത്, നമ്മുടെ ധൈര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈമാൻ തിന്നാണ്. അല്ലെങ്കിൽ എന്താവും, ഭയങ്കര പേടിക്കും. അതുകൊണ്ട് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുഅ്മിനാണ്. അതുകൊണ്ട് ഫുൾ പവർ ആയിരിക്കും. മുഅ്മിൻ ഒരിക്കലും എന്താവില്ല, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി. ജുബ്നു മനസ്സിലായില്ലേ? റൊട്ടിന്റെ കൂടെ അടിക്കണേ ജിബിന്നാ പറയാ. സൗദിയിൽ ജുബൻ എന്നറിയില്ല. അതെന്തിനല്ലേ നമ്മള് ആളുകൾ ജുബൻ എന്ന് പറഞ്ഞാൽ പഠിച്ചാണ്. ആ അതിനെന്താ നമ്മളെ നാട്ടിൽ പറയല് ബട്ടർ. ഇതിലേ ആ ജുബനല്ല ഇത്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഭീരുത്വം, ഭയങ്കര ഹൗഫ്, ഭയങ്കര പേടി, ഭീരുവാവുക. അതിന് ഞാൻ എന്നോട് കാവലിന് ചോദിക്കുന്നു റസൂലുള്ളാഹി. ഞാൻ ഭീരുവായി പോകുന്നതിനെ തൊട്ട് ഞാൻ കാവലിന് ചോദിക്കും. മുഅ്മിൻ ഒരിക്കലും എന്താവൂല എന്ന് പറയും. നിങ്ങൾക്ക് പറയാനും പേടിയാണ്. ഭീരുവാവൂല. ഭീരെപ്പോഴും ഈമാന്റെ ബലഹീനതയ്ക്ക് അനുസരിച്ച് ഭീരുത്വം. അവിടെ സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു ഉമർ അല്ലെങ്കിൽ ഉമറിന്റെ അതിന്റെ അപ്പുറത്ത് ആള് വന്നാലും ഓടി നിൽക്കും. അവർക്ക് അത് ബേജാറില്ല. സഅദ് ബിൻ വഖാസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരം നടക്കുന്ന പറഞ്ഞു, നിന്റെ സഹോദരി ഫാത്തിമ മുസ്ലിം ആയിട്ടുണ്ടല്ലോ, അന്തയ്ക്ക് നോക്കാത്തത് വീട്ടെ മാത്രമേ അങ്ങോട്ട് ഓടി നോക്കൂ. ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വേഗം കട്ടിന്റെ അടിയിൽ കത്തി. മുട്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായി ആള് മറ്റേ ആളാണ്. വീടിന്ന് വാതിൽ അടച്ചിരുന്നിട്ടാ ഓടുന്നത്. വാതിൽ തുറന്നു. അളിയനെ സഹോദരി ഭർത്താവിനെ താടിക്കൊക്കെ പിടിച്ചു വിട്ടു, അടിച്ചു. അത് പെങ്ങൾ തടുക്കാൻ ചെന്നു. പെങ്ങളെ മുഖത്തടിച്ചിട്ട് മുഖത്തുനിന്ന് പൊട്ടി ചോര വന്നു. കുറച്ച് സമയം കഴിഞ്ഞു. ഞങ്ങൾ മുസ്ലിമായതിന്റെ പേരിലാണ് ഈ ഞങ്ങളെ മർദ്ദിക്കുന്നെങ്കിൽ ഉമർ മർദ്ദിക്ക്, ഇസ്ലാം നിൽക്കലും മാറില്ലായിരുന്നു. അതേ വാപ്പന്റെ മോൾ തന്നെയാണ് ആരും ഫാത്തിമ. കുറച്ച് കഴിഞ്ഞു. പിന്നെ ചോരല്ലേ. കുറച്ച് കഴിഞ്ഞാൽ എന്താ തണുത്തപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അവിടെ ഖുർആന്റെ ഇത് കണ്ടു നോക്കും. സംഭവങ്ങൾക്ക് അറിയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ എന്തിനാ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മുമ്പ് വെറുതെ ഇങ്ങനെ പോണ വഴിക്ക് ഒരു കഷ്ണം കണ്ടൊന്നുമല്ല. ഇത് ഭയങ്കര വലിയൊരു ദൗത്യം പൂർത്തിയാക്കാൻ വാളൂരി വന്ന ആളാണ്. അയാൾക്ക് ഈ കഷ്ണം കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹു എഴുതാനും വായിക്കാൻ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ശുദ്ധിയായിട്ട് വാന്ന് പറഞ്ഞു. ശുദ്ധിയായി വന്നു. എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടിയിട്ട് ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വഅഖിമിസ് സ്വലാത്ത എന്ന ഭാഗത്ത് സ്വാധീനം തന്നെ നിങ്ങളെ വധിക്കാൻ വന്നൊരു മനുഷ്യനെ നേരെ ഉൾട്ടാക്കാൻ. ഇത് ഖുർആനല്ലാതെ വേറൊരു സംഗതിക്ക് കുറിച്ച് പറഞ്ഞിട്ട് കാന വഖാഫൻ ഇൻദൽ ഖുർആൻ. ഖുർആന്റെ അടുക്കൽ സഡൻ ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ ഒരു ഖുതുബ ഓതുമ്പോൾ ഈ സ്ത്രീകൾ ഇഷ്ടംപോലെ മഹർ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ അറബ് നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, ഇഷ്ടംപോലെ കുറെ ആണുങ്ങളാണ് കല്യാണം കഴിക്കാത്തത്, മഹർ കൊടുക്കാനില്ലാത്തതുകൊണ്ട്. അങ്ങനെ മഹർ കൂടുതൽ ചോദിച്ചു. ആണുങ്ങൾക്ക് പ്രയാസത്തിലായി വിവാഹത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത്ര ഇനി കൂടുതലായിട്ട് മഹർ ചോദിക്കാൻ പാടില്ല എന്ന് ഒരു ഹദ് പറഞ്ഞു. അപ്പൊ ആ ഒരു സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെങ്ങനെ നിങ്ങൾ നടപ്പിലാക്കുക? വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല എന്ന് പറഞ്ഞ ആയത്തുണ്ട്. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ വാക്ക് ഞാൻ പിൻവലിച്ചു. ഇതാണ് വഖാഫൻ ഇൻദൽ ഖുർആൻ. ഖുർആനിന്റെ കേട്ടാൽ അവിടെ സഹാബാക്കളെ മൊത്തം ജീവിതം മാറ്റി ഖുർആൻ. അവരിങ്ങനെ ഖുർആൻ അങ്ങനെ അറിഞ്ഞു, അവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും. ജീവിതം മുഴുവൻ മദ്യപിച്ച ആൾക്കാർ. ചെറുപ്പത്തിലെ നമ്മൾ സംസങ്ങളൊക്കെ തൊട്ടുകൊടുക്കുന്നതിന് പകരം, അല്ലെങ്കിൽ തേനൊക്കെ തൊട്ടുകൊടുക്കുന്നതിന് പകരം തൊട്ടുകൊടുക്കലിന്റെ പഴയ മദ്യങ്ങളില്ല. ആര്? ജഹാലത്തിൽ ചെറുപ്പത്തിലേ കുടിച്ച് പഠിക്കും. മുന്തിരിന്റെ ഒക്കെ ചാറും ഈത്തപ്പഴത്തിന്റെ ഒക്കെ നീരൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ മദ്യം കുടിച്ചു വന്ന ആൾക്കാർ. ഓരോ ഘട്ടം ഘട്ടമായി മദ്യം. പിന്നെ ആൾക്കാർ ഇങ്ങനെ കുടി തുടങ്ങിയപ്പോ അല്ലാഹു തആല ഒരൊറ്റ അടിക്ക് മദ്യം മതി നിർത്താൻ വേണ്ടി പറഞ്ഞു. ആ ആയത്ത് ഓതിയിട്ട്, ആയത്ത് ഒരു ഹുക്കും ഒരായത്ത് വന്നാൽ മദീനന്റെ ഗലിയിൽ കൂടി അതിങ്ങനെ ഓതി നടക്കും ആൾക്കാർ. ആ ഓത്ത് കേട്ടപ്പോ ഒരു സ്ഥലത്ത് മദ്യം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും ഗ്ലാസ്സിലുണ്ട്.
ഒരു സഹാബി പറയാണ്, ഞാൻ വായിൽ വെച്ചിട്ട് എന്റെ വായിലും ഒരു മുക്ക് ആയിട്ടുണ്ട്, ഇറക്കിയിട്ടില്ല. അപ്പോഴാണ് ഈ ആയത്ത് കേട്ടത്. നമ്മളൊക്കെ നോമ്പിന് അത്താഴത്തിന്റെ സമയത്ത് ചായ വാങ്ങുമ്പോ മൈക്ക് മുട്ടിയാൽ എന്താ ചെയ്യല്? അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിച്ചിറക്കണം. സത്യത്തിൽ ഈ ആയത്ത് നിരോധനം വന്നു. ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് മദ്യം, അത് വായിൽ വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ചെയ്യല് വേഗം കുടിക്കും, ഏതായാലും പാർന്നല്ലേ, അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് തന്നെ നിർത്തുന്നു പാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് മസാലൊക്കെ ഉണ്ടാക്കുക. നമ്മള് ഭയങ്കര മുഫസ്സിരീങ്ങളായതുകൊണ്ടാണ് നമ്മളെ പ്രശ്നം. പക്ഷെ ആ സഹാബി പറയണേ, ഞാൻ ആ വായുടെ തുപ്പിക്കളി. ഒരു ഖുർആൻ അവരുടെ ജീവിതത്തിൽ ഇത്ര സ്വാധീനം ഉണ്ടാക്കി, ഇത്ര സ്വാധീനം ഉണ്ടാക്കി. ഒരു തുപ്പിക്കളി ഹിജാബിന്റെ ആയത്തായിരുന്നു. അടുത്ത നിസ്കാരം നമുക്ക് എല്ലാവരും ഹിജാബായി കഴിഞ്ഞിട്ടു. അടുത്ത സമയത്ത് ഹിജാബ് എല്ലാവരും അവരുടെ മുഖങ്ങൾ മറക്കാൻ തുടങ്ങി, മുഖങ്ങൾ മറക്കാൻ തുടങ്ങി. ഖുർആൻ അവരുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഖുർആൻ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മാറ്റത്തിനുള്ളതാണ്. ആ സഹാബാക്കൾ അത്ര മോശക്കാരൻ എന്ന് വെച്ചാൽ അവസാനത്തെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൊടുത്ത ഉമ്മത്തി അങ്ങനത്തെ ഉമ്മത്തിനെ എന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ഒരിക്കലും പറയരുത് ഓൻ നന്നാവില്ല, അവൻ നന്നാവില്ല, അവൻ ശരിയാവില്ല, അവൻ ശരിയാവില്ല എന്ന് ഖിയാമത്താണ് ഒരാളും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഏറ്റവും താഴ്ചയുള്ള ഒരു കൗമിനെ കൊടുത്തത്, അല്ലെ ഏറ്റവും ബുദ്ധിയുള്ള നല്ലൊരു കൗമിനെ കൊടുക്കാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പഴയ കാലത്തൊക്കെ ഉണ്ട്, ഇപ്പൊ ഒന്നും അങ്ങനെ കാണില്ല. ഈ ഇരുമ്പിന്റെ ഒക്കെ കറ കളയാൻ വേണ്ടിട്ട് ഒരു സൈസ് പൗഡർ അല്ലെങ്കിൽ തുണിന്റെ ഒക്കെ കറ കളയാനുള്ള സാധനങ്ങൾ കാണല്ലേ വിൽക്കലുണ്ട്. മൊയ്തീൻ പള്ളി നമ്മൾ കോഴിക്കോട്ടാണല്ലേ, അവിടെ ഉണ്ട്. ഇവരെല്ലാരും കോഴിക്കോട്ടേരല്ലോ, പറഞ്ഞ സ്ഥലത്ത് കറക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വൈറ്റ് പൊടി ഉണ്ട്, അത് ഇരുമ്പിന്റെ കറ കളയും, ആ തുരുമ്പ്. അതുകൊണ്ട് തന്നെ അവരെടുത്തുണ്ടായാല് പഴയ തുരുമ്പിടിച്ച സൈലൻസർ ഒക്കെ ഉണ്ടാവും. തുരുമ്പിടിച്ച അങ്ങനത്തെ തുരുമ്പിടിച്ചതിനെ ഒരു സ്ഥലത്ത് വരുന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ബാക്കി വാക്ക് തുരുമ്പേക്കും, ഇവിടെ മാത്രം ആ കളർ ഉണ്ടാവും, നല്ല നിറം ഉണ്ടാവും. അപ്പൊ ഒരു ഏറ്റവും നല്ല സൈലൻസർ അല്ല കൊണ്ടുവരില്ലേ, ഏറ്റവും പൊളി തുരുമ്പൊടിച്ചതിനെ കൊണ്ടുവന്നിട്ട് നാക്കി കൊടുത്താലേ ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി കൊടുത്തത് തന്നെയാണ് ഏറ്റവും മോശം. ഇതിനേക്കാൾ മോശമുള്ള വേറെ സമുദായം ഇല്ല. അത്ര മോശക്കാരായ ആൾക്കാരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 24 കൊല്ലം ഖുർആൻ ഇങ്ങനെ ഓടിക്കൊടുത്തോണ്ടേയിരുന്നു. ഖുർആൻ ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ അവരെന്തായി എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന ഖുർആനുകളായി, നടന്നു പോകുന്ന ഖുർആനുകളായി. ഓരെ കണ്ട ഖുർആനാണെന്ന് മനസ്സിലാവും, ഓരെ ജീവിതം വായിച്ച ഖുർആനാണെന്ന് മനസ്സിലാവും. നമ്മളെ മക്കളോട് ഇന്റെ മൈര ആണെന്ന് പറയല്ലോ, ആളാരെ പറയല്ലോ, ചുക്കത്തിന്റെ മൈര എന്തായാലും ആവണമെന്ന് പറയല്ലോ. അങ്ങനെ പറയും ദമ്മുള്ള ആളാരുണ്ടാവും എനിക്കറിയില്ല, സാധാരണ പറയില്ല. കാരണം എന്റെ മൈര ആണെന്ന് പറയാൻ നമുക്ക് എന്തില്ല. പക്ഷെ അവര് പറയല് കൂനൂ മിസ്ലന. എന്താണ് സഹാബാക്കൾ പറയല്, ഓരോ നാട്ടിൽ പോയിട്ട് പറയല് കൂനൂ മിസ്ലന, ഞങ്ങളെ പോലെ ആയിക്കോളി. ജീവിതം അങ്ങനെയാണ്. ഖുർആൻ അവരുടെ ജീവിതത്തിൽ അത്ര സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധം അത്രയായിരുന്നു. അത്ര ഹരമുള്ള സംഗതിയായിരുന്നു ഖുർആൻ, അത്ര ഹരമുള്ള സംഗതിയായിരുന്നു. ഒരു ഖുർആൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. ഒരു സഹാബി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. നമുക്കറിയല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, 2 കൊല്ലമൊക്കെ ഗൾഫിൽ നിന്നിട്ട് പിന്നെ വീട്ടിൽ വന്നാൽ എന്താ ഉണ്ടാകുന്നത്. ഫ്ലൈറ്റ് ഇങ്ങോട്ട് വരുമ്പോ ഡിലേ അത്ര പ്രശ്നമല്ല, അങ്ങോട്ട് പോകുമ്പോ ഡിലേ ആയാല് ഭയങ്കര ദേഷ്യം. അങ്ങോട്ട് പോകുമ്പോ 1 മണിക്കൂറൊക്കെ ഡിലേ ആയാലും നമ്മളെ ഫുൾ കാൽക്കുലേഷൻ തെറ്റും, ദേഷ്യം പിടിക്കാൻ മതി. രാത്രി 10 മണിക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ഒരു 12 1 മണിയൊക്കെ ആയാല് ദേഷ്യം. ഈ സഹാബി വന്നു, കുറെ ദിവസം വീട്ടിലില്ല, ഭയങ്കര സന്തോഷത്തിലുള്ളത്. ഇശാ നിസ്കാരം കഴിഞ്ഞ് വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഭാര്യനോട് സംസാരിക്കുന്നതിന്റെ ഭാര്യനോട് പറഞ്ഞു, ഞാൻ 2:30 കാലം നിസ്കരിക്കണം. ഭാര്യ പറഞ്ഞായിക്കോട്ടെ നിസ്കരിച്ചോളി തന്നു. അദ്ദേഹം നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിച്ച് ഒരു ബാങ്ക് കൊടുക്കണേ. ഏത് ബാങ്ക്? സുബീസ്കാരം. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കും ചെയ്യും. കാരണം ഇങ്ങനത്തെ നിസ്കാരം നമുക്കറിയില്ല. ഈ സഹാബി ബാങ്ക് കൊടുത്തപ്പോ ഭാര്യനോട് പറഞ്ഞു മാപ്പാക്കണം.
അഫ്വൻ. അപ്പോൾ വാരിച്ച് നിങ്ങൾ എന്താളാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഗം ഓതി, അതിൽ സ്വർഗത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ അതിൻ്റെ ഹരത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് സമയമാണ്. നമ്മളും സാധാരണ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞാൽ ചില ആൾക്കാർ പിന്നെ റോട്ടിൽ കൂട്ടുകാരെ കൂടെ ഒക്കെ പോയാൽ പിന്നെ 12 മണിക്കൊക്കെയാണ് എന്ത് ചെയ്യില്ല നമ്മൾ വരുന്നത്. കാരണം നമുക്കറിയാം ചെങ്ങായിമാരുടെ അടുത്ത് അത്ര വർത്താനം പറഞ്ഞിന്ന് അതിലേക്ക് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഒക്കെ ഭയങ്കര ആരാണ് അതിൻ്റെ ആൾക്കാർക്ക്. അപ്പോൾ ഭാര്യ നിങ്ങൾ എന്താ ഉള്ള നിങ്ങൾ നിന്നെ മറന്നോന്ന് ചോദിച്ചാൽ മറന്നല്ല എന്നൊക്കെ പറയും. സഹാബക്കൾ ഖുർആൻ ഓതി നിസ്കാരത്തിലൊക്കെ അത്ര ഹരമായിരുന്നു. നിസ്കരിക്കലാണ് ഹരം. ഖുർആൻ ഓതൽക്ക് ഭയങ്കര ഹരം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കേട്ടില്ലേ? കേട്ടില്ലേ? ഇബ്നു മസ്ഊദ് കേട്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ സഹാബക്കളിൽ പ്രധാനിയായ സഹാബിയാണ്. ജല്ലു സഹാബക്കളിൽ പെട്ടതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗശൈലിയിലാണ്, വഫാത്തിന്റെ മർദുൽ വഫാത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലാണ്. അപ്പൊ അദ്ദേഹം രോഗിയായപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം കിടക്കുകയാണ്, അവശനായി കിടക്കുക. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇരുന്നു, എന്താണ് അവസ്ഥ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്താണ് നിങ്ങളെ വിഷമം പ്രയാസം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പ്രയാസം ദുനൂബി, എന്റെ പ്രശ്നം എന്റെ പാപങ്ങളാണ്. ആരാ പറഞ്ഞു? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്റെ പ്രശ്നം എന്റെ പാപങ്ങളാണ്. ചോദിച്ചാൽ നിങ്ങളെ ശരീരത്തിന്റെ നമ്മൾ ചോദിക്കില്ലേ രോഗിന്റെ അടുത്ത് പോയാൽ എന്താ ഇപ്പം വിഷമമുള്ളത് എന്താന്നൊക്കെ ചോദിക്കണത്. അപ്പൊ നമ്മൾ ഊരക്ക് അവിടെ കാലി എന്നൊക്കെ പറഞ്ഞതിന് പകരം അദ്ദേഹം പറയണേ എനിക്കിപ്പോഴുള്ള പ്രശ്നം എന്താണ്? എന്റെ പാപങ്ങളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചികിത്സിക്കാൻ വേണ്ടി ഒരു തബീബിനെ അയക്കട്ടെ, ഒരു വൈദ്യനെ ആരെങ്കിലും ഒരാളെ പറഞ്ഞയക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കണം. അദ്ദേഹം പറഞ്ഞു, തബീബുല്ലദീ അംറളനി, എന്നെ രോഗിയാക്കിയ ആളെന്നെ ആരാണ്? വൈദ്യനാണ്, ഡോക്ടറാണ്. എന്ന് വെച്ചാൽ ആരാണ്? ഷാഫി, അള്ളാഹു ആണ് എന്നെ രോഗിയാക്കിയത്, ഇനി വേറെ ഒരാളെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അർജു റഹ്മത്ത് റബ്ബി, എനിക്ക് ആഗ്രഹം എന്റെ റബ്ബിന്റെ റഹ്മത്തിൽ കിട്ടണം, അതാണ് ഞാൻ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. എനിക്കല്ലാണ്ട് വേറെ ആരും തോന്നുന്നു. സത്യത്തിൽ ഖലീഫയാണ് വരുന്നത്, എന്തൊക്കെ ആവശ്യങ്ങൾ പറയാണ്ടാവും, എന്തൊക്കെ ആവശ്യങ്ങൾ പറയാണ്ടാവും. പക്ഷെ പറഞ്ഞു, അർജു റഹ്മത്ത് റബ്ബി, എനിക്ക് എന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ഭായി, ഇതിന്റെ പേരാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം വരുന്നത്. നമ്മള് സാധാരണ ആരോഗ്യം ഉണ്ടാവും പറയാം, അതാണ് ഇതാണ് എന്താണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സാധനം പറയും. ജീവിതാണ് സത്യത്തിൽ അള്ളാഹുവിനോടുള്ള ഉക്കും, അള്ളാഹുമായിട്ടുള്ള ബന്ധവും അള്ളാഹുവിന്റെ ഏകത്വവും അവന്റെ വഹ്ദാനിയത്തും ഒക്കെ ഉണ്ടാക്കിയ ജീവിതം ഉണ്ടായി. നാവ് എഴുത്ത് എളുപ്പമാണ്. നാവോട് തൗഹീദ് പറയാ, വഹ്ദാനിയത്ത് പറയാ, ഉലൂഹിയത്ത് പറയാ, ഉലൂഹിയത്ത് പറയാ, ഒക്കെ എളുപ്പം. എഴുതൽ എളുപ്പം. ജീവിതം പറയൽ അതൊരു ഭയങ്കര സംഭവമാണ്. എല്ലാ ആവശ്യങ്ങളുള്ള സമയമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് എന്താണ്? ഒരു ഖലീഫ വന്ന് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താ ചെയ്തേണ്ടത്, നിങ്ങൾ എന്താണ് എന്റെ പ്രതീക്ഷിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അർജു റഹ്മത്ത് റബ്ബി, ഞാൻ എന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ഓ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇതൊന്നും കളിച്ചിട്ട് ഇതൊക്കെ സഹാബാക്കൾ നേരിട്ട് റസൂലുള്ളാഹി ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയ ഈമാനും യഖീനും ഖുർആൻ അവർക്ക് നൽകിയ വലിയ അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പെൺകുട്ടികളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പെൺകുട്ടികളായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു പറഞ്ഞാൽ, നിങ്ങളെ പെൺകുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലും ഞാൻ എന്റെ ബൈത്തുൽ മാലിന് എന്തെങ്കിലും തരാം, നിങ്ങളേതായാലും രോഗിയായല്ലോ, കൊടുക്കാന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്താൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തി, കേൾക്കുന്നോട്ട് ഇരുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, ആരെങ്കിലും സൂറത്തുൽ വാഖിഅ ഓതുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവൂല, അവർക്ക് ഫഖർ ഉണ്ടാവൂല, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ പെൺകുട്ടികളെയും സൂറത്ത് വാഖിഅ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കൊന്നും നിങ്ങൾക്ക് അതിനാവുന്ന നോക്കണ്ട. മനസ്സിലായേ? നിങ്ങൾ പഠിച്ചില്ല വാഖിഅ? സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിനയാണ്. സൂറത്തുൽ വാഖിഅ സൂറത്തുൽ ഗിനയാണ്. അതൊന്നും ഓതുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. സാധനങ്ങളെ വാഖിഅ യഖീൻ ഖുർആനിലെ യഖീൻ.
അതുകൊണ്ട് നമ്മളെ ജീവിതം, നമ്മൾ ഖുർആൻ പഠിക്കുന്നുണ്ട്, നമ്മൾ ഖുർആന്റെ ഭാഷ അർത്ഥം ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ജീവിതം അറേഞ്ച് മാറിയില്ലെങ്കിൽ നമ്മൾ ഞാൻ സംസാരിക്കുമ്പോൾ 4 വർഷമായി ഖുർആൻ ക്ലാസ് നടത്തുന്നു. മാഷാ അല്ലാഹ് ഭയങ്കര അനുഗ്രഹമാണ്. കേടുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ ഒരിക്കലും നഷ്ടം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്തിനു പഠിക്കുന്നു എന്നാണ്. എന്തിനു പഠിക്കുന്നു? പഠനത്തിൽ കുറെ ലക്ഷ്യങ്ങളുണ്ടാവും. ഞാനൊരിക്കല് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോകും ബസ്സിൽ. മറ്റേ തൊട്ടടുത്ത് ജനലിന്റെ സൈഡില്, വിൻഡോ സൈഡിൽ ഒരാൾ ഇരിക്കുന്നു. ഒരു സാധാരണക്കാരനായ ഞാൻ അയാളെടുത്ത് ഇരുന്നു. പൊതുവെ ബസ്സിൽ നിന്ന് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമില്ല. കുറെ ആൾക്കാരുണ്ടാവും ചെയ്യും, എന്തെങ്കിലും കാണുക. അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെ അവർക്ക് ആദ്യമേ കൈ വെച്ചിട്ട് ഇങ്ങനെ തല അങ്ങനെ വെച്ചിട്ട് ഉറങ്ങിയില്ലെങ്കിൽ അങ്ങനെ കണ്ണടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. ബസ്സിലെപ്പോഴും ആഫിയത്ത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീകളും ആൾക്കാരും ഒക്കെ ഉണ്ടാവില്ല. ഇങ്ങനെ വെച്ചിങ്ങനെ ആൾക്കാർ കണ്ടാൽ ഉറങ്ങാന്ന് വിചാരിച്ച് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കാൻ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശരിക്കും, പിന്നെ കുറച്ച് അങ്ങനെ അങ്ങനെ സമയപ്പിക്കലാണ്. എന്റെ ഈ അടുത്തിരിക്കുന്ന ആള് എന്നെ കുറെ സമയത്ത് ഇറങ്ങിയോട് ചോദിക്കാനും പറയാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് അയാളെ മുഖം കണ്ടപ്പോ തന്നെ മനസ്സിലായി അയാൾ എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് ഈ ബസ്സിന് സംസാരിക്കലും ഈ ഇതുണ്ടാവുന്നോടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞിങ്ങനെ നിന്നാണ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെയാണ് വിഷയം. അദ്ദേഹം എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം സൂറത്ത് യൂസുഫ് പഠിച്ചോണ്ടിരിക്കും. അയാൾക്ക് പണി മീൻ കച്ചവടം. അപ്പൊ അദ്ദേഹം കുറെ സൂറത്ത് പഠിച്ചു. അല്ലെ ഒരു ക്ലാസ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ചിരിച്ചിങ്ങനെ അങ്ങനെ നിന്നു. അപ്പൊ അദ്ദേഹം പിന്നെ കുറെ സാധനം എടുത്തിട്ട് ഇങ്ങനെ എറിയാൻ തുടങ്ങി. കൊക്ക, കൊളത്ത്, ഖുറാനി സാധനമൊക്കെ ഉണ്ട്. ഏത് കൊക്ക, കൊളത്ത് സാധനങ്ങളൊക്കെ ഉള്ള സാധനമാണ് എന്ത് ഖുറാൻ. ഖുറാന്റെ പ്രത്യേകത ഖുറാൻ തന്നെ പറയാൻ അള്ളാഹുവിന്റെ പ്രയോഗങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ല. പിന്നെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ഇതാണ്, കുറെ ആൾക്കാരെന്താവും, കുറെ ആൾക്കാർ വഴികേടിലാവും. അതുകൊണ്ട് ഖുർആൻ അതിന്റെ ശരിയായ അവസ്ഥയെ പഠിച്ചിട്ടില്ലെങ്കിൽ വഴികേടിലെത്തൽ എളുപ്പവും. വഴികേടിലെത്തൽ എളുപ്പവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുറെ ആ ചങ്ങായിമാരുണ്ടല്ലോ, ഖുർആന്റെ അവിടെയും ഇവിടെയൊക്കെ പഠിച്ച് എന്തൊക്കെ പഠിച്ചിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഖുർആൻ പഠനത്തിന്റെ ലക്ഷ്യം, ഏത് കാര്യത്തിനും അതിന്റെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം കറക്റ്റ് അല്ലെങ്കിൽ ആ സംഭവം ഒക്കെ കുളവും. അതെന്തൊരു ഒരു മരം കുഴിച്ചിടുകയാണ്, ഒരു മാവ് കുഴിച്ചിടുകയാണ്, അത് അയാൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടും. ചിലപ്പോൾ വീടിന് പ്രയാസം ഉണ്ടാവും, മതിൽ പൊട്ടും, പല വശങ്ങളുണ്ടാവും. ലക്ഷ്യത്തോട് കൂടി ഒരു കാര്യം ചെയ്യും. ഞാൻ എന്തിനാണ് എല്ലാ ഞായറാഴ്ച ഇവിടെ വരുന്നത്? നമ്മളോട് നമ്മൾ ചോദിക്കുക. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നീയത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരോ പറഞ്ഞെന്ന സാധനം ഇങ്ങനെ ചൊല്ലുന്നതിന്റെ പേരല്ല നീയത്ത്. ലക്ഷ്യം, മഖ്സദ് എന്ന് പറഞ്ഞത് അയാളെ ആ സ്ഥലം വരെ കൊണ്ടെത്തിക്കുന്ന കാര്യം എന്താണോ അതാണെന്ത് ലക്ഷ്യം. അതാണ് ലക്ഷ്യം. നിങ്ങളെ ഞായറാഴ്ച ഇശാക്ക് ഇവിടെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും ഉറപ്പായിട്ടും. നിങ്ങളെ തിരക്കിന്റെ ഇടയിൽ നിങ്ങളവിടെ കൊണ്ടെത്തിക്കാൻ അതിനൊരു കാര്യം, ഒരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം അതാണ് നിങ്ങൾക്ക് നിങ്ങളെ പ്രയോജനം ചെയ്യാം. ഈ ഇരിക്കുന്ന എത്ര ആളാണുള്ളത് ഖുർആൻ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർ? അവർക്ക് എല്ലാവർക്കും ഉസ്താദ് ഒരാളാണ് ഇത് എടുക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെയല്ല അത് ജീവിതത്തിൽ അമലിലുണ്ടാവുക. കാരണം ഓരോരുത്തരുടെ നിയ്യത്തനുസരിച്ചുണ്ടാവും. ഇന്നമല്ല അമലും ഓരോരുത്തരും എന്താണോ വിചാരിച്ചത് അതാണ് അയാൾക്ക് ഉണ്ടാക്കുക. ക്ലാസ്സൊക്കെ ഒന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ക്ലാസ്സിന് വരുന്നത് നമ്മുടെ ജീവിതം മാറ്റാനാണ്. ഞാൻ ഇത് ഭയങ്കര പഠിക്കണം, എന്നിട്ട് ആരെങ്കിലും മുന്നിൽ പോയി വ്യക്തമായിട്ട് അവതരിപ്പിക്കണം, എന്നിട്ട് അയാള് അങ്ങനെ മുട്ടു മടങ്ങണം, കുത്തണം, അങ്ങനെ ആവണം, എന്നെ കണ്ടാല് എല്ലാവരും വന്ന് ഇതാവണം. ഇയാൾ ഖുർആൻ ഭയങ്കര, സംഗതി ഇയാൾ എഞ്ചിനീയറാണ്, സംഗതി ഇയാൾ ഡോക്ടറാണ്, സംഗതി ഇയാൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾ, സംഗതി ഇയാൾ കച്ചവടക്കാരനാണ്, സംഗതി ഇയാൾ പിന്നെ എന്തെങ്കിലും ചെറിയ പണിക്കുന്ന ആളാണ്. പക്ഷെ ഖുർആൻ പഠിച്ച ആളാണ് എന്ന് ആള് നമ്മളെ പറ്റി പറയണമെന്നാണ് നമ്മളെ എവിടെയെങ്കിലും മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പറയപ്പെട്ടു കഴിഞ്ഞു എന്ന് നാളെ എവിടെ പറയും? മശ്ശരെ പറയും. 3 വിഭാഗം ആൾക്കാരെ കൊണ്ടുവരുന്ന ആളെ
കേട്ടിട്ടുണ്ടാവും ഹദീസ്. 3 വിഭാഗം ആൾക്കാരെ കൊണ്ടുവരും. എന്നിട്ട് ഒരാളെ സമ്പന്നനായിരിക്കും, അയാളോട് ചോദിക്കും സമ്പത്ത് എന്താ ചെയ്ത്, എനിക്ക് സമ്പത്ത് തന്നിരുന്ന അയാൾ പറയും നിന്റെ ഇഷ്ടമുള്ള എല്ലാ വഴിയും നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവാക്കുന്നവരാണ്. ഈ പറഞ്ഞത് കളവാണ്, ചെലവാക്കിയിട്ടുണ്ട് എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇയാളെ കുറിച്ച് നേരത്തിലാണ്. ഷഹീദിനെ കൊണ്ടുവരും, ധീരത തന്നിരുന്നാൽ എന്ത് ചെയ്താൽ പറഞ്ഞ മൈക്കോളെ ജാതി എന്റെ തൃപ്തിക്ക് വേണ്ടി, എന്റെ തൃപ്തിക്ക് വേണ്ടി തന്നെ കളവാണ്. ഇതൊരു ധീരനാന്ന് പറയാനായിരുന്നു, അതൊക്കെ പറയപ്പെട്ടു കഴിഞ്ഞു. ഒരു കാരീനെ കൊണ്ടുവരും, ഖുർആൻ ഓതുന്ന ആളെ, അല്ലെങ്കിൽ ഒരു ആലിമിനെ, ഒരു പ്രഭാഷകനെ അവരൊക്കെ കൊണ്ടുവരും. അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഖുർആൻ തന്നില്ല. അപ്പൊ അദ്ദേഹം പറയും ഞാൻ ഓതിയിരുന്നു, ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ ആൾക്കാരുടെ തൃപ്തിക്ക് പറയും. നീ എന്റെ തൃപ്തിക്ക് എന്നുള്ളത് ഈ കളവാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി നമുക്ക് എത്ര വലിയ നഷ്ടവും. അതുകൊണ്ട് തിരുത്താനുള്ള സ്ഥലമാണ് ഖുർആൻ ക്ലാസ്. ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ വെറും പഠനം, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഠിക്കണം. അതിൽ തന്നെ A² B² ഒക്കെ പഠിച്ചു വന്ന ആൾക്കാരാണ് ആര്? നമ്മൾ H2O എന്ന് പറഞ്ഞാല് വെള്ളമാണ്. നമ്മൾക്കും വെള്ളവും H2O ആയിട്ട് ഒരു ഉണ്ടോ ഉണ്ടോ? വെള്ളമില്ല, നമ്മൾ കുറെ H കൂട്ടും, പിന്നെ 2 H എഴുന്ന് തെരഞ്ഞു കൂട്ടി, പിന്നെ ഒരു ഓയിൽ കൂടി വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കില്ല. നമ്മള് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടുമ്പോൾ എന്തുണ്ടായി? വെള്ളം ഉണ്ടായി എന്നൊക്കെ നമ്മള് പഠിച്ചിരുന്നു. പക്ഷെ നമ്മക്ക് ഇന്നേരെ ഹൈഡ്രജനും ഓക്സിജനും ഒന്നും ഇല്ല. എന്തിലുമായി വെള്ളത്തിൽ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വന്നില്ല. പറഞ്ഞില്ലാണ്. ഇതേപോലെ ഖുർആൻ നമ്മൾ ഇങ്ങനെ പഠിക്കണ്ടേ? നമ്മുടെ ജീവിതം വേറെ വഴിക്ക് പോകുന്നുണ്ട്. നമ്മൾ കളവരെയും നമ്മള് ഹലാലാറാമ നോക്കുന്നില്ല. ഖുർആൻ ഇതാണ് ഇങ്ങനെ സംസ്കരിച്ച് ഇങ്ങനെ കൊണ്ടുവരാണ്. ഫസ്റ്റ് തരുന്ന സൂറത്തിന്റെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ശരിക്കറിയിക്കണം. വിദേശത്തുള്ള ആൾക്കാരോട് ഞാൻ എപ്പോ പറയണേ, എന്റെ ഭയങ്കര ഇഷ്ടത്തിൽ പറഞ്ഞ വാക്കാണ്. ഞാനൊരിക്കലും ഒരു വിദേശ രാജ്യത്ത് പോയപ്പോ എന്റെ കുറേ ഫ്രണ്ട്സിന് ഞാൻ വന്നിരുന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇങ്ങനെ വന്നല്ലേ, ഞാൻ വെറുതെ ഇങ്ങനെ വന്ന. അപ്പൊ എല്ലാവരും വന്നിട്ട് അവന്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ ഒന്നൊറ്റക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും സംസാരിച്ചുകൊടുക്കാണ്. അതിനോട് ഇവന്നെ പതുക്കെ തോണ്ടിട്ട് എന്നെ കൊണ്ടുപോയി കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി. എന്നോട് ചോദിച്ചു എത്ര ദിവസം കൂടെ ഉണ്ടാവും? ഞാൻ നാളെ മറ്റന്നാൾ കൊണ്ട് പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഫുള്ള് ഫുഡ് എന്റെ വകാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുക. ഞാൻ പിന്നെ എന്റെ ഫുഡിന്റെ ഫുൾ തർത്തീബാക്കിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് ഒന്നും ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അവനോട് ശാന്ത ഒന്നുമില്ല, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കില്ല, ഞാൻ എന്റെ ഫുഡിന്റെ തർത്തീബാക്കി. അപ്പൊ എന്നോട് കുറേ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ ഫിഷിന്റെ മാത്രം ഹോട്ടലില്ല, അവിടുന്ന് കഴിക്കാം, ഇവിടുന്ന് കഴിക്കാം, അങ്ങനെ കഴിക്കാം ഒക്കെ പറഞ്ഞു. ഒന്നുമില്ല. ലാസ്റ്റ് അവിടെ ദൂരത്തുനിന്ന് വന്നതാണ്. എന്ന് വെച്ചാല് ഒരു 10-50 കിലോമീറ്റർ ദൂരത്തുനിന്ന് വന്നാണ് ഓൻ. ഞാൻ പോടെ വരെ അവിടെ 3 ദിവസം അവിടെ നിന്നിട്ട് എന്റെ ഫുഡൊക്കെ തട്ടിവാക്കാൻ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു തട്ടിവാക്കി കണ്ടില്ല നമ്മള് മാഷാഅല്ലാ ഈ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കൗലാക്കി എനിക്ക് നിങ്ങളോട് ഉപദേശം തരാണ്ട് അതൊക്കെ എനിക്ക് തന്നോ. എന്താണ് എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ മിക്ക ആൾക്കാരുടെയും സമ്പാദ്യം ഹലാലാണ്. മിക്ക ആൾക്കാരുടെ സമ്പാദ്യം ഹലാലാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് ഭക്ഷണത്തിന് ഫുള്ള് നിർത്തിയിട്ട് ഞാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേക്കാൾ മുമ്പ് ആ കാര്യം അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ എന്താ പറഞ്ഞാൽ ഒരു അറബി ഡ്രൈവർ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും, അയാൾ എന്തെങ്കിലും സാധനത്തിന് നമ്മൾ പൈസ തന്നിട്ടുണ്ടാവും, അത് വാങ്ങി ബാക്കി ചെറിയ എന്തെങ്കിലും ഫിൽസ് ബാക്കി ഉണ്ടാവും. അത് നമ്മൾ സാധാരണ അയാൾക്ക് കൊടുത്ത് പഠിച്ചില്ല. നമ്മളെ തൊട്ട് മുമ്പുള്ള ഡ്രൈവർ, അയൽവാസി ഡ്രൈവറൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ തന്നാൽ എന്ത് ചെയ്ത് വഴി ബാക്കി മടക്കി കൊടുത്തിട്ടോ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കിട്ടുന്ന കോഴ്സ് അതൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ ഉണ്ടാവും ചെറിയ ഫിൽസ് എല്ലാം എന്നൊക്കെ വിചാരിക്കും, അയാൾക്കും അറിയില്ല എന്നൊക്കെ വിചാരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എയറിന്റെ നമ്മളോട് കണ്ടമാനം പൈസ ഉണ്ട്. ഇപ്പൊക്കെ നമുക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ മാതിരി നമ്മൾ ഇയാൾക്ക് കുറെ പണിയെടുക്കില്ലേ, എത്ര പണിയെടുത്ത് കൊടുക്കുന്നുണ്ട് ഇയാൾക്ക്, എത്ര പൈസ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അയാൾ സത്യം നമുക്ക് ആകെ തരുന്നത് ഒരു 200 ദീനാറാണ്, 170 ദീനാറാണ്, 150 ദീനാറാണ്. ഞാനൊരു 300 ദീനാറിന്റെ പണിയൊക്കെ എന്തായാലും എടുക്കണ്ട. അപ്പൊ 10 ദീനാറ് വിചാരിച്ചിട്ടില്ല, കുഴപ്പമില്ല എന്നൊക്കെ മസല പറഞ്ഞിട്ട് അങ്ങനെ അത് നമ്മൾ കീശയിലാവും. അത് താഴോട് കൂടി 10 ലിറ്റർ പാല് കറന്ന് വെച്ചതാണ്.
അതിലേക്ക് ഒരു ചെറിയ നമ്മളെ മോൻ വന്നിട്ട് ഒരു 3 തുള്ളി മൂത്രം വെച്ചു ആ പാലിലേക്ക്. അതിൽ പെട്ടെന്ന് എടുത്തു മാറ്റി. പക്ഷെ 3 തുള്ളി 5 തുള്ളിയിലായി. എന്തായി? അറിവായി. പുളിയൊന്നും ഉണ്ടാവില്ല. എന്തിന്? പാലിന്. പക്ഷെ നൈസായി. ഇതേപോലെ ഫിൽസുകൾ കുടുങ്ങിയാൽ മതി. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. കുലൂ മിന ത്വയ്യിബാതി വഅമലൂ സാലിഹൻ. യാ അയ്യുഹ റസൂൽ കുലൂ മിന ത്വയ്യിബാതി വഅമലൂ സാലിഹൻ. ഈ പ്രവാചകന്മാരെ, നിങ്ങൾ ത്വയ്യിബാത് പരിശുദ്ധമായതിന്, ഹലാലിന്റെ മുകളിലുള്ള സാധനമാണ് എന്ത്? ത്വയ്യിബാത്. പരിശുദ്ധമായത് മാത്രം ഭക്ഷിക്കുക. എന്നിട്ട് ഉടനെ പറയുന്നത് വഅമലൂ സാലിഹൻ. നിങ്ങൾക്ക് സാലിഹായ അമൽ ചെയ്യണം. ഉലമാക്കൾ എഴുതുന്നുണ്ട്, മുഫസ്സിറുകൾ എഴുതുന്നുണ്ട്, ഹലാൽ തിന്നാൽ സാലിഹായ അമലുകൾ ചെയ്യൽ എളുപ്പം. ഹലാൽ തിന്നാൽ സാലിഹായ അമൽ ചെയ്യൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഹറാമത് എത്ര മാർഗം പറയുന്നുണ്ട്. സമ്പാദ്യമാർഗം, അളവ് തൂക്കത്തിന്റെ കാര്യം, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന യഖ്താലു അലന്നാസി യസ്തൗഫൂൻ, എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. കച്ചവടക്കാരെ കച്ചവടത്തിൽ പല കൃത്യവും കാട്ടാണ്. അതൊക്കെ ഇന്നത്തെ ബിസിനസ് ട്രിക്ക് എന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. അസ്ലിയാണോ ഇരിക്കും? അറബികളാണ് ചോദിക്കാതെ വാങ്ങിയില്ല. ഓരോ കുറെ നോണ അറിയാനുള്ള എല്ലാ ചോദ്യവും ചോദിക്കും. അസ്ലിയാണോ? അസ്ലി അസ്ലി ജബാനി എന്നൊക്കെ പറയും. സത്യത്തിൽ അത് ചൈന ഒരാള് ആപ്പിള് വാങ്ങും. ഒരു 5 ആപ്പിൾ സങ്കല്പിച്ചോളൂ. അത് 1 കിലോ ഉണ്ട് എന്ന് വിചാരിച്ചു. അതിന് 250 രൂപയാണ് കിലോ വില. അപ്പൊ ഒരാപ്പിളിന് എത്രയായി? 50 രൂപ. നമ്മൾ 50 രൂപ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ കുട്ടികൾ ഫുള്ള് വന്നു. അപ്പൊ ഫസ്റ്റത്തെ ഒന്ന് കഴുകി കട്ട് ചെയ്തപ്പോ അതിനൊരു സൈസ് മഞ്ഞ കളറ്. ആപ്പിൾ കേടുന്നുണ്ടാകുന്ന ഒരു കളറില്ലേ? മഞ്ഞ കളർ, ഉള്ളിലൊരു പ്രത്യേക കളർ. ആ ആപ്പിൾ കേടുന്ന കളറല്ല അത്. അപ്പോ ഇയാളിങ്ങനെ എത്ര പോയി പറയും? പക്ഷെ സ്മെല്ല് ഉണ്ടാവില്ല. ആപ്പിൾ കേടുന്നാൽ എന്തുണ്ടാവില്ല? ഭയങ്കര ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇയാളെന്ത് ചെയ്താൽ അതിനെ കട്ട് ചെയ്തിട്ട് അയാള് 2 വയസ്സായ കുട്ടി, ഓനക്ക് ഇത് കേടൊന്നും അറിയില്ല, കേടൊന്നും അറിയില്ല, നല്ലതും അറിയില്ല, ചീത്ത അറിയില്ല. അതുകൊണ്ട് അവനെ വിളിക്കാൻ പറ്റും. അവനക്ക് കൊടുക്കാൻ പോവാ. ഏത് ഈ കേടുന്ന. അപ്പോ ഭാര്യ 50 രൂപ കളയാൻ ആവില്ല, അവൻ തിന്നോട്ടെ. കൊടുക്കോ? ഒന്ന് പറയുക. നിങ്ങൾ കൊടുക്കോ? നമ്മൾ കൊടുക്കൂല. കാരണം നമുക്കറിയാം 50 രൂപ കൊടുത്താല് ഒരു 500 രൂപ വേറെ ചെലവാണ്ടി വരും. വേറെ എന്ത് തിന്നു, വയറ് കേടുവരും. അപ്പൊ ഡോക്ടർ എടുത്തു, അപ്പൊ സ്കാൻ ചെയ്യണം പറയും, മറ്റേ എക്സ്റേ എടുക്കണം പറയും, പിന്നെ കുട്ടികളുടെ ഡോക്ടറെ കാണാൻ 250 കൊടുക്കണം. അങ്ങനെ മരുന്നൊക്കെ ആയി. ചുരുക്കത്തിൽ 50 രൂപ ലാഭിക്കാൻ വേണ്ടിട്ട് 500 കൊടുക്കാൻ അവരാഴ്ച നമ്മൾ കൊടുക്കൂല. കുട്ടിന്റെ വയറ് കേടുവരും. അത് നമുക്കറിയാം. കുട്ടിക്കും കൊടുക്കൂല, വയസ്സാർക്കും കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. അത് പറയും 50 രൂപ പോട്ടെ. ഇങ്ങനെ കേടുന്ന ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് കേടാവുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഇൽമുണ്ട്. ബിരിയാണി കേടുന്നത് നമുക്ക് തിന്നാണ്ടാക്കി വെച്ചായിരുന്നു, പക്ഷെ കേടുന്നുപോയി. അത് നമ്മൾ തിന്നാൻ നിൽക്കൂല. പാല് കേടുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേടുന്നുപോയി. ഫ്രിഡ്ജ് ഓഫായി പോയി. 2 ദിവസം ഫ്രിഡ്ജ് ഓഫായി. നമ്മൾ സ്ഥലത്തില്ലായിരുന്നു. ഒന്ന് നോക്കുമ്പോൾ ഇറച്ചൊക്കെ ആൾക്കാരായി. എല്ലാവരും വിരടുത്ത് വാങ്ങിയാൽ അത് കളയേണ്ട വെച്ചാൽ നമുക്ക് അറിയില്ല. നമ്മൾ കളയും. കാരണം ശരീരത്തിന് കേടാണ്. ശരീരത്തിന് കേടിരിക്കും എന്നൊക്കെ അറിയാം. അത് നമ്മൾ ഒഴിവാക്കാൻ ഒരു മടി കാണിക്കില്ല. റൂഹ് കേടാവും ഹറാം തിന്നാൽ. ജോ ഹറാം ഖായേഗാ വോ നാഫർമാൻ ബനേഗാ. ആര് ഹറാം തിന്നോ ഒരനുസരണയില്ലാത്തവരാവും. ബീവി ഖായേഗി വോ നാഫർമാൻ ബനേഗി. ഭാര്യ തിന്നാൽ ഓൾ അനുസരണയില്ലാത്തവളാവും. ബച്ച ഖായേഗി വോ നാഫർമാൻ ബനേഗി. കുട്ടികൾ തിന്നാൽ ഓരോ അനുസരണയില്ലാത്തവരാവും. നമ്മളെ മക്കൾ അനുസരണയില്ലാത്തവരാകുന്നതിന്റെ കാരണക്കാർ അവരല്ല. അവർക്ക് എന്താണോ തിന്നാൻ കൊടുക്കുന്നത് അതാണ് അതിന്റെ കാരണം. നമ്മളെ ഭാര്യക്ക് നമ്മൾ എന്ത് തിന്നാൻ കൊടുത്തു. അതുകൊണ്ട് നിങ്ങളിവിടെ വെയിലും ചൂടൊക്കെ കൊണ്ടിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരാണ്. ഹലാൽ നമ്മൾ ഭയങ്കര വർക്കത്ത് വെച്ചിട്ടുണ്ട്. ഹലാൽ ഭയങ്കര വർക്കത്തുണ്ട്.
വൈക്കോൽ അറിയില്ല നിങ്ങൾക്ക്? അറിയില്ലേ വൈക്കോലിന്റെ ചെറിയൊരു കെട്ടുണ്ടാവും. കേട്ടോ നിങ്ങള്? ഒരു ചെറിയ കെട്ട്, അങ്ങനെ കുറെ ചെറിയ ചെറിയ കെട്ടുകൾ. അതിനെന്താ നിങ്ങളെ നാട്ടിലൊക്കെ പറയും? കറ്റ അല്ലേ? ഒരു കെട്ട, ഒരു ചെറിയ കെട്ട്. അങ്ങനത്തെ കുറെ കെട്ടിടുമ്പോ വലുതാവും. അപ്പൊ ഒരു കെട്ട്, എത്ര വലുപ്പമുള്ള ഒരു കെട്ട് എന്ന് വിചാരിച്ചു, ഒരു 3 കല്ല് വെച്ചു, അതിന്റെ മുകളിൽ ഒരു ചെമ്പില് ഒരു 4 ഗ്ലാസ് വെള്ളം വെച്ചു. എന്നിട്ട് ഈ ഒരു കറ്റക്ക്, ഒരു കെട്ടിന് തീ കൊടുത്തിട്ട് അതിന്റെ അടി വെച്ചാൽ എന്താ ഉണ്ടാകാം? ആ വൈക്കോൽ ഫുള്ള് കത്തും, ചെമ്പെന്നെ കാണൂല. മനസ്സിലായി നിങ്ങൾക്ക്? തീ എത്ര ആളി കത്തുണ്ടാവും. പക്ഷെ എത്ര സമയം ഉണ്ടാവും? വെള്ളം തിളക്കോ? ഈ ഒരു ചെറിയ കെട്ടുകൊണ്ട് 4 ഗ്ലാസ് വെള്ളം തുറക്കൂല. ചായ ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഫുള്ള് ചെമ്പടക്കം മൂടും തീ, പക്ഷെ ചൂടാവില്ല. പക്ഷെ ഇത്ര വലുപ്പമുള്ള ഒരു പട്ടികന്റെ കഷ്ണം, പട്ടിക മനസ്സിലായി? നമ്മളൊരു മരത്തിന്റെ കഷ്ണം, ഇത്ര വലുപ്പമുള്ള, ഇത്ര വണ്ണും ഇത്ര വലുപ്പമുള്ള ഒരു കഷ്ണം, അതിന് തീ പിടിപ്പിച്ചു. അതതിന്റെ ചോട്ടിൽ വെച്ചാൽ വെള്ളം തിളക്കും. പിന്നെ എന്തുണ്ടാവും? ചെറിയൊരു കൊമ്പ്, അതുകൊണ്ട് വലിയ മാറ്റി. ബാത്തിൽ ഹറാം സമ്പാദ്യം ഇങ്ങനെ ഭയങ്കര ആരായിട്ട് തോന്നുന്നു. ഹറാം സമ്പാദ്യം ഭയങ്കര സംഭവമായിട്ട് തോന്നും. ഒരു ഉറുപ്പിന്റെ പ്രയോജനം ഉണ്ടാവില്ല. അയാളെന്നാൽ ഉരുകി കത്തിക്കും നാളെ ആഹ്റത്തിൽ. അതുകൊണ്ട് ഖുർആന്റെ അധ്യാപനം തന്നെ സമ്പാദ്യം നല്ലതാക്കുക, വസ്ത്രം നന്നാക്കുക, തുടക്കം തന്നെ ഇതൊക്കെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിനെ നന്നാക്കണം. അതുകൊണ്ട് ഖുർആൻ നമുക്ക് തരുന്ന പാഠം എന്താണ്? നമ്മുടെ ജീവിതത്തിനെ സംസ്കരിക്കണം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റണം. നമ്മളത് പഠിക്കുക, ഓതുക, മനസ്സിലാക്കുക, വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ ചെയ്യും വേണം. പക്ഷേ എന്റെ ജീവിതം മാറാത്ത കാലത്തോളം ഞാൻ ഖുർആന്റെ ആളാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. നേരെ മറിച്ച് ഖുർആൻ അയാളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ അയാളുടെ ജീവിതത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്താവും? ഭയങ്കര നമൂനാവും, ഭയങ്കര മാതൃകവും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. നമ്മളെ ഭാര്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ 4 കൊല്ലം ഖുർആൻ ക്ലാസ്സിന് വന്നു, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭാര്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. നമുക്ക് എന്തൊരു 1/2 ഇഞ്ച് മാറ്റം ഉണ്ടായാലും ആരറിയും? നമ്മളെ ഭാര്യ അറിയും. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെ ഭാര്യയുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതം മാറിയില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കാനോ അല്ലേ ഞാൻ ഖുർആൻ ഭയങ്കര പഠിക്കണം എന്ന്, അത് പഠിക്കലല്ല. ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. ജീവിതം ഖുർആനായി മാറും. അങ്ങനെയുള്ള മനുഷ്യരിലായാലും വിനയം ഉണ്ടാവും, താഴ്മ ഉണ്ടാവും, വിമത്തരം, വിട്ടുവീഴ്ച ഉണ്ടാവും. ഇൽമു കൂടുന്നതിനനുസരിച്ച് അയാളിൽ താഴ്മ ഉണ്ടാവും. എല്ലാവരോടും ഹംദർദി ഉണ്ടാവും. ഹംദർദി പറഞ്ഞാൽ എല്ലാവരോടും ഭയങ്കര സഹാനുഭൂതി ഉണ്ടാവും. എല്ലാവരും രക്ഷപ്പെടണം, ആരും നഷ്ടപ്പെടരുത്. അത് അയാൾ ഭയങ്കര ആഗ്രഹിക്കും. ആ സഹാബക്കളെ ഹൃദയത്തിൽ കയറുമ്പോൾ എല്ലാവരോടും കരുണ അയക്കാൻ തുടങ്ങി. എല്ലാവരും രക്ഷപ്പെടണമെന്ന് ഒരു ചിന്ത ഉണ്ടായി. എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിൽ ഒരാളും നരകത്തിൽ പോയത്. ഖുർആന്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ്. എല്ലാ മനുഷ്യരും മുതലിന്നാസാണ് മനുഷ്യർക്ക് ഇതായിട്ടുള്ളത്. ഖുർആൻ വെച്ചിട്ട് നിർദ്ദന ശാസ്ത്രം ഞങ്ങൾ അവർക്ക് ദാവത്ത് ചെയ്യും. നമ്മളും ഖുർആന്റെ ഉപദേശങ്ങൾ, ഖുർആന്റെ ജീവിതം വെച്ച് ആളുകൾക്ക് ദാവത്ത് ചെയ്യും. എന്നിട്ട് ആളുകളുടെ ജീവിതം മാറും. നമ്മൾ സാധാരണ പറയുന്നത് ഈമാൻ അമൽ സാലിഹാണ്. അതിന്റെ കൂട്ടത്തിൽ 2 കാര്യം കൂടി പറയുന്നത് വതവാസൗബിൽ ഹഖ് വതവാസൗബിസ് സബ്ർ. ഈ 2 കാര്യം കൂടി ഇല്ലാത്ത എല്ലാ മനുഷ്യരും എന്താണ്? നഷ്ടത്തിലെന്ന് ഖുർആൻ പറയാണ്. ഈ 2 കാര്യം നമ്മളെ, ഈ 4 കാര്യം നമ്മളെ ഉണ്ടോ? നമ്മളിലുണ്ടോ ഈ 4 കാര്യം? സത്യം നമ്മളിങ്ങനെ പഠിക്കേണ്ട അർത്ഥം എല്ലാവരും പറയും. ഈ 4 കാര്യം ഉണ്ടോ? ഈമാൻ അമൽ സാലിഹാത്തിന് ചിലപ്പോൾ നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ? വതവാസൗബിൽ ഹഖ് വതവാസൗബിസ് സബ്ർ. ഇത് മറ്റുള്ളവരോട് ചെയ്യേണ്ടതാണ്. വതവാസവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വതവാസു പരസ്പരം പറയുന്നതിനാണ് വതവാസു പറയുന്നത്. അടി ഉണ്ടാക്കിയത്, അവിടെ അടി ഉണ്ടാക്കിയത് നമ്മൾ ഇത് ആരാണ്? അബ്ദുറഹ്മാൻ. ഇത് മുണ്ടാമോ? അവിടെ അബ്ദുറഹ്മാനോ? പിന്നെ ആരുണ്ടെങ്കിൽ ചോദിക്കില്ലേ പോയി അവരാണ് അബ്ദുറഹ്മാൻ മാത്രം. അത് അടിച്ചു എന്നേ പറയുള്ളൂ. എന്താ അടി ഉണ്ടാക്കിയെന്നറിയില്ല. മുട്ടുമുട്ട് അടിച്ചതിന് പറയാൻ പറ്റില്ല.
മുളാറബത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ അടി ഉണ്ടാക്കുന്ന മിനിമം എത്ര ആൾ വേണോ? 2 ആൾ വേണം. ഇതേപോലെ പരസ്പരം എല്ലാവരും ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഉപദേശിക്കൽ എങ്ങനെയാണ് ഖുർആൻ പറയുന്നത്? ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ വിളിക്കുക. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഖുൽ ഹാദിഹി സബീലി, ഇതൊന്നും സാഹസങ്ങളോട് അല്ലാഹു പറയുന്നു. ഖുൽ നബിയെ തങ്ങൾ പറയും ഖുർആൻ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. നിങ്ങൾ എന്റെ മാർഗം പിൻപറ്റാൻ പറയുന്നുണ്ടല്ലോ, എന്റെ മാർഗത്തിൽ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നബി അവരോട് പറഞ്ഞു, ഇതാണ് എന്റെ മാർഗം. എന്റെ പണി എന്താണ്? എന്റെ മാർഗം എന്താണ്? ഞാൻ അള്ളാഹുവിലേക്ക് ആൾക്കാരെ വിളിക്കും. ഉൾക്കാഴ്ചയോട് കൂടി, ആ കമ്മട്ടത്തിന് ഇങ്ങനെ വിളിക്കലല്ല, ഭയങ്കര ദീർഘദൃഷ്ടി, ഉൾക്കാഴ്ചയോട് കൂടി വിളിക്കും. അല്ല ബസീറത്തിൽ. പിന്നെ ദന്തശാസ്ത്രങ്ങൾ മാത്രം പോലെയല്ല, ഞാനും എന്നെ പിൻപറ്റുന്നവരുടെയും ജോലി എന്താണ്? അള്ളാഹുലേക്ക് ആൾക്കാരെ ആ ബസീറത്തോട് കൂടി വിളിക്കലാണ്. നമ്മൾ ദന്തശാസ്ത്രങ്ങൾ പിൻപറ്റണം, ഖുർആൻ പഠിക്കണ്ട്. അപ്പൊ നമ്മളുടെ ജോലിയാണ് ആളുകളെ ബസീറത്തോട് കൂടി അതിലേക്ക് വിളിക്കേണ്ടത്, അള്ളാഹുലേക്ക് വിളിക്കുന്നത്. ബസീറത്തിലാണ് ഖുർആൻ. നമ്മളിന്ന് ദാവത്ത് ചെയ്യരുത്. നമ്മുടെ ദാവത്തുകൊണ്ട് ആൾക്കാർ ഇസ്ലാമിൽ അകന്നു പോകാനുണ്ടായി. നമ്മൾ അങ്ങനത്തെ ഒക്കെ സംസാരം ഉണ്ടായി. ഭയങ്കര മുറിക്കുക, ഹൃദയങ്ങൾ മുറിക്കുക, വേദന വിഷമിപ്പിക്കുക. ഇങ്ങനെ ഒരാളെ വിഷമിപ്പിച്ചാൽ ഒരിക്കലും വരില്ല. നെല്ലുന്ന സാധനങ്ങൾ എത്ര ഹിക്മത്തിലാണ് ആൾക്കാർക്ക് ദാവത്ത് ചെയ്തത്. ആളുകൾ വിളിച്ച് ഭയങ്കര ഹിക്മത്തിലാണ്. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചോളാം, നിസ്കാരം ഒക്കെ ചെയ്തോളാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കണം. എന്താ പറഞ്ഞു? എനിക്ക് വ്യഭിചരിക്കണം. നമ്മളോടാണ് ഒരാൾ വന്ന് പറഞ്ഞത്, ഒരു കൃഷ്ണൻ വന്നിട്ട് പറയണത്, എന്ത് ഇസ്ലാമൊക്കെ ഓക്കെ ഞാൻ വിശ്വസിച്ചോളാം, പക്ഷെ എനിക്ക് വ്യഭിചരിക്കണം എന്നാൽ നമ്മൾ മറുപടി എന്തെങ്കിലും പറയുക. ഇപ്പൊ ഉള്ളോട് തന്നെ നമ്മുടെ ആള് ഇവിടെ ആളെ കുറവൊന്നുമില്ല, അവിടെ നിന്നോ ആണല്ലേ? അല്ല തോന്നിയാസൊന്നും ഇവിടെ ഇസ്ലാം നടക്കില്ല. ഇസ്ലാം വന്നാൽ പിന്നെ അങ്ങനത്തെ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ നെറ്റിച്ച് അയാൾ സുരസുദാസാദങ്ങളോട് ചെന്ന് വന്നപ്പോൾ എന്താ തങ്ങൾ പറഞ്ഞത്? തങ്ങൾ വാർത്തിരിക്കുകയോട് സംസാരിച്ചു. ആയിക്കോട്ടെ, അത് പ്രശ്നമുള്ള കേസല്ലേ, വാ ഇരുത്തി ഇവരോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിരുതംഗ ശാസനങ്ങൾ ചോദിച്ചു, നിന്റെ മാതാവിനോടൊപ്പം ആരെങ്കിലും നീ കണ്ടാൽ നിന്റെ അവസ്ഥ പറഞ്ഞാൽ അവനെ വിടൂല, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു. നിന്റെ സഹോദരന്റെ കൂട്ടത്തിലാണ്, വേറെ അവൻ വിടൂല, എന്തായാലും സഹിക്കാൻ പറ്റില്ല. നിന്റെ ഭാര്യന്റെ കൂട്ടത്തിലാണ്, അവൻ സഹിക്കാൻ പറ്റില്ല. മകളെ കൂട്ടത്തിലാണ്, അവൻ സഹിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി പറഞ്ഞു, നീ വിചാരിക്കണു ഇതേമാതിരി ആരെങ്കിലും ഒരാളെ ഉമ്മന്റെ കൂട്ടത്തിലോ, ഒരാളെ ഭാര്യന്റെ കൂട്ടത്തിലോ, ഒരാളെ പെങ്ങളുടെ കൂട്ടത്തിലോ, ഒരാളെ മകളുടെ കൂട്ടത്തിലോ ഒക്കെ ആയിരിക്കും. അത് അപ്പൊ സാധിക്കും. ആ ആൾക്ക് വേഗം മനസ്സിലായി. എന്നിട്ട് ശാസ്ത്രങ്ങൾ ആലോചിച്ചു, നെഞ്ഞത്ത് കൈവച്ചു, അയാൾക്കൊണ്ട് ദുആ ചെയ്തു. അതേ പറയുന്നത് എനിക്ക് വ്യഭിചാരത്തെക്കാൾ വെറുപ്പുള്ള വേറെ ഒരു തിമ്മില്ലേ. തങ്ങൾ ബസീറത്തോട് കൂടി, വളരെ ഹിക്മത്തോട് കൂടിയിട്ടാണ് തങ്ങളുടെ സഹാബക്കളെ കൊണ്ടുവന്നത്, ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. വളരെ ഹിക്മത്തോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളും ഖുർആന്റെ ആൾക്കാർ, നമ്മളിൽ ഒരു കാര്യം അമലുണ്ടാവും. ഇൽമ് സൂക്ഷിക്കാൻ 2 വഴിയാണ്. എത്ര വഴിയാണ്? 2 വഴിയുണ്ട് ഇൽമ് സൂക്ഷിക്കാൻ. ഒന്ന്, ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യും. എന്നാ ആ ഇൽമ് മഹ്ഫൂദായി ആണോ ഇല്ല? നമ്മൾ ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യുകയാണെങ്കിൽ ആ ഇൽമ് മഹ്ഫൂദ്, ആ ഇൽമ് സൂക്ഷിക്കപ്പെടും ഉറപ്പായിട്ടും. അമൽ ചെയ്താൽ മതി. എന്ന് സൂറത്ത് വാക്യം ഓതുകയാണെങ്കിൽ സൂറത്ത് ദീനയാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമുക്ക് ഡെയിലി ഇശാമഗ്‌രിബിന്റെ ഇടയിൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വാക്യം ഓതും. നമ്മൾ സൂറത്ത് വാക്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അതിന്റെ തുക. മനസ്സിലായില്ലേ? സൂറത്ത് വാക്യം ഓതും, നിസ്കാരത്തിൽ ഓതണം, അപ്പോൾ ഓതണം, വാക്യ എന്ന് ഓതും. അങ്ങനെ ഓതുകയാണെങ്കിൽ അയാൾക്ക് ഈ പഠിച്ച കാര്യം എന്താവില്ല. രണ്ടാമത്തെ വഴി എന്താണ് പറഞ്ഞാൽ ആ കാര്യം ആളുകളോട് എന്ത് ചെയ്യാം, ദഅവത്ത് ചെയ്യാം. ആൾക്കാരെ ഹിക്മത്തിൽ സ്നേഹത്തിലാക്കി ദഅവത്ത് ചെയ്യാം. ഈ 2 പണി നടന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ ഇൽമ്, നമ്മൾ പഠിക്കുന്ന ഇൽമ് നമ്മളെ നിലനിൽപ്പിക്കും അമലുകളായിട്ട്. അമൽ ചെയ്യുന്ന ഒരാളുടെ ദഅവത്ത് വേഗം കബൂലാവും. എന്താണ്? അമൽ ചെയ്യുന്ന ഒരാളുടെ ദഅവത്ത് ഉണ്ടാവും, വേഗം പ്രതിഫലനം ഉണ്ടാവും. അതുകൊണ്ടാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ലിന്നബി.
വാമില സ്വാലിഹ്, അയാൾ സ്വാലിഹായ അമൽ ചെയ്യുന്ന ആളാണ്. അയാളെ ദഅവത്ത് ഭയങ്കര മുഅത്തിറത്തായിരിക്കും. ജീവിതത്തിലുള്ള കാര്യം പറയുമ്പോൾ വേഗം അർത്ഥം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഖുർആനിനോട് മാറ്റം പറഞ്ഞ കാര്യങ്ങൾ എടുക്കുക. ഏത് ക്ലാസ്സിൽ പോയാലും ഒരു കാര്യം കേട്ടാൽ ഇൻഷാ അല്ലാഹ് നടപ്പിലാക്കണം എന്ന് എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം. അതിനുള്ള പ്ലാനൊക്കെ ഖുർആൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ആലോചിക്കണം, എങ്ങനെ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ജീവിതം മാറ്റാൻ പറ്റും. ആ പറഞ്ഞമായി ഇരിക്കും ആവണ്ടേ. നിങ്ങൾ എവിടെ ഇത് പഠിച്ചിട്ട് വാക്യ എവിടെ ഇസ്ലാമുണ്ടായിട്ട് ഷിമാലെത്തി? നിങ്ങൾ ഞാൻ ചോദിക്കാണ്, പിന്നെ അല്ലേ ഒരു ടീമാണ്, വേറെ ടീം അല്ലായി തൊട്ട് പിന്നെ ഈ സുല്ലത്തും മിനൽ അവ്വലി ഖലീലും മിനൽ ആഖിർ അല്ലേ? വലിയൊരു സുല്ലത്ത് അവ്വലിനാണ്. ആഖിറിന് എന്താ ഉള്ളത്? നമ്മളൊക്കെ ഏതിലുള്ളത്? ആഖിറിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഖലീലാണുള്ളത്. നിങ്ങൾ ഈ സൂറത്ത് പഠിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടാവും, പടച്ചോനെ ഈ സൂറത്ത് പഠിച്ച ആൾക്കാർ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ വെച്ചാൽ നല്ലതാണ്. എന്തിനാണ് പഠിച്ചത്? അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന സാധനം നമ്മൾക്ക് അവിടെ എത്താനാണ്. സാബിഖൂൻ ആരാണ്? സാബിഖൂന്റെ പ്രത്യേകത എന്താണ്? അസ്ഹാബുൽ ശിമാൽ എന്താണ്? അസ്ഹാബുൽ യമീൻ എന്താണ്? അസ്ഹാബുൽ ശിമാൽ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനും സാബിഖൂനായിട്ട് വ്യത്യാസമുണ്ട്. ഉണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് സാബിഖ് ആവണ്ടേ? മിനിമം ആയിട്ടില്ലെങ്കിൽ ചോദിക്കെങ്കിലും വേണ്ടേ ആരോട്? അത് പർശനെ സാബിഖൂൻ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇങ്ങനെ ആക്കണേ പർശനെ, അതിൽ എന്തൊക്കെ ഗുണങ്ങളാണ് എനിക്ക് തരണേ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, പിന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. രണ്ട് ഗുണങ്ങളാണ് അവിടെ പറഞ്ഞത്. രണ്ട് ഗുണങ്ങൾ. ഞാൻ നിർത്തട്ടോ, 2-3 പ്രാവശ്യം അങ്ങനെ നിർത്താൻ ആക്ഷൻ കാണിച്ചിരുന്നു. ഞാൻ നിർത്തുക, എന്നാലും ഞാനത് പറഞ്ഞു നിർത്തൽ. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ വൽ അൻസാർ, രണ്ട് വിഭാഗം സഹാബാക്കളുണ്ട്. ഒന്ന് മുഹാജിരീങ്ങൾ, രണ്ട് അൻസാരികൾ. അപ്പൊ നമ്മൾ പറയാ സഹാബാക്കൾക്കുള്ളതാണ്. നമ്മളെ ഏറ്റവും വലിയ ഹിക്മത്ത് എന്താണ് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാലും പറയാ സഹാബാക്കളല്ലേ, അല്ലാഹു തആല വിട്ടിട്ടില്ല. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, പിന്നെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ. ഓരോ ഇഹ്സാനോട് കൂടി മുഹാജിരീങ്ങളിൽ അൻസാരികളുടെയും ഗുണങ്ങൾ നോക്കി പിൻപറ്റിയ ആൾക്കാർ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു അവരെ വിട്ടിട്ട് അവർ. അപ്പൊ നമ്മൾ സാബിഖൂനൽ അവ്വലൂൻ അസ്സാബിഖൂൻ ആണെങ്കിൽ നമ്മളിൽ മുഹാജിർ അൻസാറിന്റെ സിഫാത്ത് ഉണ്ടാവും. മുഹാജിരിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് മുഹാജിറായിക്കോ അല്ലെങ്കിൽ അൻസാറി. നമ്മൾ സാധാരണ മുഹാജിരികൾ പറഞ്ഞ മക്കാരും അൻസാരികൾ എന്ന് പറഞ്ഞാല് മദീനക്കാരെന്ന് മനസ്സിലാക്കാനല്ല. അൻസാരികളിൽ മുഹാജിരിങ്ങളുണ്ട്, മുഹാജിരിങ്ങളായ മക്കാരിലെ അൻസാരികളുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അൻസാറാണ്. അൻസാർ എന്ന് പറഞ്ഞാൽ പേരുകൊണ്ടുള്ള അൻസാറല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ദീനിനെ സഹായിക്കുന്ന ആൾക്കാർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി അവരുടെ കയ്യിലുള്ളതൊക്കെ ഒഴിവാക്കും, വിട്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യാത്ര ചെയ്യാം. ഒന്ന് നാട്ടിൽ നിന്നിട്ട് സഹായിക്കാം, മറ്റൊന്ന് യാത്ര ചെയ്തിട്ട് സഹായിക്കാം. ഈ രണ്ട് പണികളവരാണ് അസ്സാബിഖൂന അവ്വലൂന. ഇതാണ് പറഞ്ഞത് എന്ത്? സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ വഅസ്ഹാബുൽ ഉലൈക്കൽ മുഖറബൂൻ എന്ന് ലാസ്റ്റ് പറയുന്നുണ്ട്. വേറെ ടോട്ടൽ പിന്നെ പറയുന്നുണ്ട് ഒരാൾ മുഖറബീങ്ങളായ ആൾക്കാർ. അതാണ് നമുക്ക് നമ്മൾ വിചാരിക്കില്ല, അന്ന് നമ്മളോട് കഴിയില്ല. പിന്നെ അസ്ഹാബുൽ
യമീനിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറാൻ പറ്റുമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുള്ളത്. അത് നമ്മള് ഒരു കുട്ടി എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി നേരത്തെ മിക്കവാറും അവന് ജയിക്കണ്ടല്ലോ, ഒരു ഡിസ്റ്റിങ്ഷൻ വാങ്ങണം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങണം എന്നൊക്കെ പണിയിട്ടാലേ ഇടയ്ക്കിലൊക്കെ അതുകൊണ്ട് ഇനി ഫുള്ള് ദുആയി. നിങ്ങൾക്ക് അസാബുള്ള എന്താ കിട്ടണെന്നൊക്കെ പറഞ്ഞു നിൽക്കണോ? അപ്പോൾ എന്തായാലും അത് ദുആ ചെയ്തു എന്നും വാക്കയോ വാക്കയിൽ 10 ആയത്താണ് എടുക്കരുത് പറഞ്ഞു. ഒരാഴ്ച ഉണ്ടാവും, ഒരു ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ. നമുക്ക് സാധാരണ പോകുമ്പോൾ യാത്ര മിക്കവാറും ഓഫീസിൽ പോകുന്ന ആളുണ്ടാവും. ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക എന്തെങ്കിലും ചെയ്താൽ ആ 10 ആയത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓഫീസിൽ പോയി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പഠിക്കുക. അല്ലെങ്കിൽ മൊബൈലിൽ ഓദിച്ച് ഇയർഫോൺ വെച്ചാലും മതി. അങ്ങനെ പഠിച്ച് പോവാം. 10 ആയത്ത് പഠിച്ചാൽ അടുത്ത ആഴ്ച 10 ആയത്തും നമ്മളിങ്ങനെ കാണാൻ പഠിക്കാം. രാത്രി എഴുന്നിട്ട് ഓതാം. രാത്രി എഴുന്നിട്ട് ഓതി തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് ബോധ്യം. ഒന്ന്, ഞാൻ സ്വർഗത്തിലൂടെ പോയപ്പോൾ നേരം വെളുത്തത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൂറത്ത് തീർക്കാൻ പൂതില്ല. ഓതുമ്പോൾ അത്ര ഇങ്ങനെ ഓതിപ്പോവാണെങ്കിൽ ശരീരം വറക്കാൻ തുടങ്ങും. നരകത്തിന്റെ ശിക്ഷകളും മറ്റൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളിൽ ഇല്ലാണ്ടായി. അതിനാണ് ഇത് പഠിക്കുന്നത്. ഖുർആൻ ഇൻഷാല്ലാഹ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കൂല. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم لك الحمد كله ولك الشكر كله ولك الثناء ولك المجد كله. اللهم لك الحمد قبل الرضا، اللهم لك الحمد بعد الرضا، اللهم لك الحمد حتى ترضى. اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم كلما ذكره الذاكرون. اللهم صل وسلم وبارك على سيدنا ونبينا محمد صلى الله عليه وسلم كلما غفل عن ذكره الغافلون. يا أحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا أرحم الراحمين يا أرحم الراحمين يا أول الأولين ويا آخر الآخرين ويا ذا القوة المتين يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام يا أرحم الراحمين يا أرحم الراحمين يا راحم الضعفاء والفقراء والمساكين يا أرحم الراحمين يا أرحم الراحمين. اللهم إنك أنت الرؤوف الرحيم يا أرحم الراحمين. نحن عبيدك الضعفاء الفقراء المساكين قد جئنا إلى باب مغفرتك يا الله فاغفر لنا جميع ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار وتوفنا مع الأبرار يا أرحم الراحمين. اللهم إنا نستغفرك ونتوب إليك. اللهم إنا نستغفرك ونتوب إليك. اللهم إنا نستغفرك ونتوب إليك. اللهم إنك أنت التواب الرحيم فتب علينا توبتنا يا تواب يا رحيم. ربنا الله يكرم إلا برشلنا مودالي وانا الله നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പുറത്തു തരണേ. ഞങ്ങളോട് കരുണ ചെയ്യണേ. അല്ലാ, ഞങ്ങൾ ഓരോരുത്തരെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയല്ലോ. ഞങ്ങൾ ഇല്ലായ്മയിൽ ഉണ്ടാക്കിയവൻ നീയാണ് പഠിച്ചത്. ഞങ്ങളെ ഈ അവസ്ഥയിൽ വരെ എത്തിച്ചവൻ നീയാണ് പഠിച്ചത്. ഞങ്ങളെ ഈ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ, ഞങ്ങളെ യുവത്വത്തിലും ഞങ്ങളെ കുട്ടിക്കാലത്തും ഞങ്ങളുടെ ഈ അവസ്ഥയിലൊക്കെ ഞങ്ങളിൽ വന്നുപോയ അബദ്ധങ്ങൾ, കുറ്റങ്ങൾ ഒന്നൊഴിയാതെ നിനക്കറിയല്ലോ പഠിച്ചവനെ. നിന്റെ മലക്കുകൾ മൊത്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ പഠിച്ചവനെ. അല്ലാഹുവേ പഠിച്ചവനെ, ഞങ്ങൾ മഹാമോശക്കാരാണ്. ഞങ്ങളുടെ ജീവിതം നിന്റെ അനുസരണക്കേടിലായി പോയി പഠിച്ചവനെ. നീ ചെയ്യേണ്ടത് പറഞ്ഞൊക്കെ ഏകദേശം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു പോയി പഠിച്ചു. ഇനി കരുണ ചെയ്യലല്ലാതെ വേറെ വഴിയില്ല പഠിച്ചവനെ. അല്ലാഹുവേ, ആരും കാണൂല എന്ന് വിചാരിച്ചു രാത്രിയുടെ ഇരുളുകളിൽ ഞങ്ങൾ തിന്മകൾ ചെയ്തപ്പോഴും ഞങ്ങളുടെ ഹൃദയങ്ങളെ ആ സമയത്ത് പഠിപ്പിച്ചു നീയായിട്ട് പഠിച്ചു. നീ അത് കണ്ടുകൊണ്ടിരിക്കായിട്ട് പഠിച്ചു. നിനക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഞങ്ങളെ മരിപ്പിക്കാമായി. അങ്ങനെ ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ ഉറവുള്ളികളായി പോയിരുന്നു. പക്ഷെ ഞങ്ങളെ തിന്മകളുടെ മുകളിൽ നീ മറട്ട് പഠിച്ചവൻ. പകലിന്റെ വെളിച്ചത്തിൽ തിന്മകൾ ചെയ്തു. തിന്മക്ക് വേണ്ടി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ചെലവാക്കി പഠിച്ചു. തിന്മക്ക് വേണ്ടി ഒരുപാട് യാത്ര ചെയ്ത് പഠിച്ചു. അല്ലാഹുവേ, കൂട്ടുകൂടി പഠിച്ചവനെ. ഞങ്ങൾ അറിയാതെ ചെയ്തതല്ല, ബോധപൂർവ്വം തിന്മകൾ ചെയ്തു പോയി പഠിച്ചവനെ. എല്ലാം നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. നീ ഞങ്ങളെ മുന്നിൽ വേറെ വഴിയില്ല പഠിച്ചവനെ. നിന്റെ കരുണല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ പഠിച്ചവനെ. പഠിച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട സഹോദരങ്ങൾ അവസാനം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചറിഞ്ഞപ്പോൾ ആ സമയത്ത് അവർ യൂസുഫ് അലൈഹി സ്വലാമിനോട് മാപ്പ് ചോദിച്ചപ്പോൾ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, പഠിച്ചവനെ, ഇവർക്ക് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തു.
പടച്ചവനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമർക്ക് മാപ്പ് കൊടുത്തല്ലോ. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ റബ്ബാണല്ലോ പടച്ചവനെ, ഞങ്ങൾ നിന്റെ അടിമകളാണല്ലോ പടച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണയാണ്. ഞങ്ങൾ ആക്രമിച്ചപ്പോൾ തങ്ങളെ ഉപദ്രവിച്ചവർ അവസാനം മക്ക ഫത്തിഹിന്റെ ദിവസം അവർ നിബിധന ശാസനങ്ങളെ മുമ്പ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പടച്ചവനെ നീ മുഹമ്മദ് സലാസങ്ങളെ റബ്ബാണല്ലോ പടച്ചവനെ, ഞങ്ങളെക്കാളും എത്രയോ കിട്ടുന്നുള്ളവരാണല്ലോ നീ പടച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണയാണ്, നീ ഞങ്ങൾക്ക് മാപ്പ് തരണയാണ് പടച്ചവനെ. നീ അല്ലാതെ വേറൊരാളും ഞങ്ങൾക്ക് വേറൊരു വഴി അടിവാദിക്കൽ പോകാനില്ലല്ലോ പടച്ചവനെ. നിനക്കൊരുപാട് നല്ല അടിമകൾ ഭൂമിയിലിട്ട് പടച്ചവനെ, ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ലല്ലോ പടച്ചവനെ. നിനക്ക് നല്ല അടിമകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പടച്ചവനെ, ഞങ്ങൾക്ക് നീ അല്ലാതെ ആരുമില്ലല്ലോ പടച്ചവനെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ. ഞങ്ങൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നു പോയ സകല തിന്മകളും നീ മാപ്പ് തരണേ പടച്ചവനെ, നിരുപാധികം മാപ്പാക്കണേ പടച്ചവനെ. ഞങ്ങളെ മാതാപിതാക്കൾ നീ പുറത്തു കൊടുക്കണേ, പാവങ്ങളാണ് പടച്ചവനെ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, സ്വന്തം തിന്നാതെ ഞങ്ങളെ തീറ്റിച്ചവരാണ് പടച്ചവനെ, സ്വന്തം ഉറങ്ങാതെ ഞങ്ങളെ തോളിലിട്ട് ഉറച്ചവരാണ് പടച്ചവനെ. ഒരു സ്വന്തം പുതിയത് ധരിക്കാതെ ഞങ്ങളെ ധരിപ്പിച്ചവരാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും നല്ല ആഫിയത്തും നൽകണേ പടച്ചവനെ. അവരെ കാണാൻ ഞങ്ങളെ കണ്ണു പടച്ചു പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ, പാവങ്ങളാണ് പടച്ചവനെ. ഒരമ്മ ഒരപ്പ ഓരോ സഹോദരിമാർ അവരെല്ലാം വിട്ട് ഞങ്ങളെ കൂടെ ജീവിക്കാണ് പടച്ചവനെ. ഞങ്ങളെ മക്കളെ നോക്കുന്നുണ്ട്, ഞങ്ങളെ വസ്ത്രങ്ങളാക്കി തരുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം പാചകം പടച്ചവനെ. ഞങ്ങളെ ആട്ടും തുപ്പും ഞങ്ങളെ ചീത്തയൊക്കെ സഹിച്ചു നിൽക്കണല്ലോ പടച്ചവനെ. നാളെ മത്സരം എന്ന് ഇയാള് ശതമനിയാതെ വളറബനിയാതെ എന്ന് നാളെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുടുംബം പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്ത അക്രമങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യമാർക്ക് അവരുടെ ഖജനാവിന് നീ കൊടുക്കണേ പടച്ചവനെ. ഭാര്യമാരെ അനുസരണമുള്ളവരാക്കി തന്നെ, ഞങ്ങളുടെ ദീനിന്റെ സഹായികളാക്കി തന്നെ പടച്ചവനെ. ഞങ്ങളുടെ ദീനിന്റെ സഹായികളാക്കി തന്നെ നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തന്നെ. ഞങ്ങളെ ഏറ്റവും വലിയ സമ്പാദ്യം ഞങ്ങളെ മക്കളാണ് പടച്ചവനെ. ഞങ്ങളുടെ മക്കൾ വഴികെട്ട് പോകാതെ നീ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ പടച്ചവനെ, ആഫ്ലിങ്ങളെ ആലിമ്യങ്ങളാക്കണേ പടച്ചവനെ, ദീനിന്റെ ദായികളാക്കണേ പടച്ചവനെ, മറ്റു ഉപകാരമുള്ള മക്കളാക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് ദുനിയാവിൽ കണ്ടുകൊള്ളുന്ന നാളെ ആഖിറത്തിൽ കണ്ടുകൊള്ളുന്ന ചെയ്യുന്ന മക്കളാക്കണേ. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളെ മക്കളെ നൽകണേ. ഞങ്ങളെ ജ്യേഷ്ഠന്മാർ അഞ്ചന്മാർ അവരെ ഭാര്യമാർ അവരെ മക്കൾ ഞങ്ങളെ സഹോദരിമാർ അവരെ ഭർത്താക്കന്മാർ മക്കൾ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അവര് ഞങ്ങളെ രക്തമാണ്, ഞങ്ങളെ ചോരയാണ്, അവർ ഞങ്ങളെ കൂടെ ഉണ്ടാവും പടച്ചവനെ. പക്ഷേ അവർ പലരും നിസ്കാരം പോലും ഇല്ലാത്തവർക്ക് പടച്ചവനെ എന്റെ ദീനനുസരിക്കാതെ എത്രയോ ആൾക്കാരുണ്ട്. എല്ലാവരും നരകത്തിൽ കൂടുതൽ ഞങ്ങൾ സഹിക്കാൻ കഴിയില്ല പടച്ചവനെ. അവരെല്ലാവരിലും നീ ദീനുണ്ടാക്കണേ പടച്ചവനെ. ദീനിന്റെ പരിശ്രമം അവർക്ക് നിബന്ധം നൽകണേ പടച്ചവനെ. അവരെ ദീനിന്റെ ദായികളാക്കണേ പടച്ചവനെ. ദീനിന്റെ മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഉമ്മാന്റെ കുടുംബക്കാർ ഞങ്ങളുടെ കുട്ടികളാവുമ്പോൾ ഞങ്ങളെ വളരെ സന്തോഷിപ്പിച്ചവരും സ്നേഹിച്ചവരാണ് പടച്ചവനെ. ഞങ്ങൾ ഉപ്പാന്റെ കുടുംബക്കാർക്ക് ഇനി പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളെ ഭാര്യന്റെ കുടുംബക്കാർക്ക് ഇനി പുറത്തു കൊടുക്കണേ പടച്ചവനെ. കെട്ടുബന്ധങ്ങളിൽ ഏതെല്ലാം കുടുംബങ്ങളുണ്ടോ എല്ലാവർക്കും ഇനി പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ അയൽവാസികൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചവനെ. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇനി പുറത്തു കൊടുക്കണേ. ഞങ്ങളുടെ രാജ്യത്തുള്ള മുസ്ലിമികൾക്ക് മുസ്ലിമാക്കൾക്ക് പുറത്തു കൊടുക്കണേ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമികൾക്ക് മുസ്ലിമാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ. എല്ലാവരോടും നീ കരുണ ചെയ്യണേ പടച്ചവനെ. അനുഗ്രഹിക്കണേ. നരകത്തിന്റെ തീയിൽ എല്ലാവരും നീ രക്ഷിക്കണേ പടച്ചവനെ. മുഴുവൻ മനുഷ്യരാശിക്ക് നീ ഇതായിട്ട് കൊടുക്കണേ പടച്ചവനെ. മുഴുവൻ മനുഷ്യർക്ക് നീ ഇതായിട്ട് കൊടുക്കണേ പടച്ചവനെ. ഒരാളെ പോലും നീ നരകത്തിലാക്കല്ലേ പടച്ചവനെ. നരകത്തിന്റെ തീ ആർക്കും സഹിക്കാൻ കഴിയില്ലല്ലോ പടച്ചവനെ. മനുഷ്യന്റെ പേരിലുള്ള കരുണ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ. മനുഷ്യരെങ്ങനെങ്കിലും നരകത്തിന് രക്ഷപ്പെടണമെന്നുള്ള ഫിക്റും ചിന്തയും തരണേ പടച്ചവനെ. അതിനുവേണ്ടി നീ തന്ന സമ്പത്തും ശരീരവും കഴിവും യോഗ്യതകളും ചെലവാക്കാൻ തൗഫീഖ് തരണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ യാ അല്ലാഹ് ഞങ്ങളെ നീ ഖബൂലാക്കണേ. ഞങ്ങളെ നീ ഖബൂലാക്കണേ. മുസ്ലിമീങ്ങളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ നിനക്കറിയല്ലോ പടച്ചവനെ. എല്ലാവരുടെയും ദുരിതങ്ങളെ നീ മാറ്റണേ പടച്ചവനെ. രോഗികളുടെ രോഗങ്ങളെ ശിഫയാക്കണേ. ഒരുപാട് ആൾക്കാർ വലിയ വലിയ രോഗങ്ങളിലാണ്.
പ്രസവന വേദന സഹിക്കാൻ പറ്റാതെ പ്രസവന വേദനയിൽ പൊളയുന്ന ആൾക്കാർ ഒന്ന് എന്നെ കൊന്നു തരുമെന്ന് വരെ ചോദിക്കുന്നത് അവർക്കൊക്കെ ശിഫ നൽകി ക്യാൻസർ ബാധിച്ചവർ, സ്ട്രോക്ക് ബാധിച്ച് തളർന്നവർ, പ്രശ്ന മാനസിക രോഗങ്ങളായി വീടുകളിലുള്ളത്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കുറച്ചവരെ. അപ്പൊ അവർക്കെല്ലാം നീ ആജിലായിരിക്കുന്ന ശിഫ നൽകണേ. നമ്മളെ മാറാ രോഗങ്ങൾ ഞങ്ങളൊക്കെ കാക്കണേ. താങ്ങാൻ കഴിയാത്ത കരുതേ പഠിച്ചവൻ. അപ്പൊ നീ എന്തെങ്കിലും രോഗം തന്നാൽ ഞങ്ങൾ കുടുംബം പഠിച്ചവനെ. ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിന്റെ ദുരവസ്ഥ വരും പഠിച്ചവൻ. നീ ഞങ്ങളെ ഇഫത്തിലായി ജീവിച്ച് ഇസ്സത്തിലായി മരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കിയില്ലേ പഠിച്ചവനെ. കടങ്ങളുള്ള ആളുകളുടെ കടങ്ങൾ കൂട്ടണേ പഠിച്ചവൻ. വൈദ്യുതിയായ തർത്തീവ് ഉണ്ടാക്കണേ പഠിച്ചവൻ. വീട് നൽകണേ പഠിച്ചവൻ. ഉപജീവനത്തിന് മാർഗമില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കണേ പഠിച്ചവൻ. ഉള്ള മാർഗങ്ങളെ പൂർണ്ണമായി നീ ഹലാലാക്കണേ പഠിച്ചവൻ. ഹലാലായ മാർഗങ്ങൾ തുറന്നു തരണേ പഠിച്ചവൻ. ഞങ്ങൾ അറിയാതെ ഞങ്ങളിൽ ഹറാമ് വന്നു ചേരുണ്ടെങ്കിൽ നീ ഏറ്റവും ഹൈറായി ഞങ്ങൾ ഒഴിവാക്കി തരണേ പഠിച്ചവൻ. പകരം ഹലാലിന്റെ വഴികൾ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ പഠിച്ചവൻ. പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാ ഹൈറുകളും തരണേ പഠിച്ചവൻ. ഒരുപാട് മനുഷ്യർ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും ഞങ്ങൾക്ക് പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ട് പഠിച്ചവൻ. അവർക്കൊന്നും പകരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അവർക്കൊക്കെ നിന്റെ ഖജനാവും നീ പകരം നൽകണേ പഠിച്ചവൻ. ഞങ്ങൾക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളെ നീ കബൂലാക്കണേ. ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ വല്യാപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാർ, ഭാര്യമാർ, മക്കൾ, ഉസ്താദുമാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ സ്നേഹിച്ചവർ ഒരുപാട് ആൾക്കാർ ഒരു ഖബറുകളിലാണല്ലോ പഠിച്ചത്. ജീവിതകാലത്ത് വരെ ഞങ്ങൾക്കൊക്കെ വേണ്ടി കൂടി നടക്കുകയും അതിനിടയിൽ നിസ്കാരവും നോമ്പൊക്കെ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും പഠിച്ചത്. മക്കളായ ഞങ്ങൾ, പേരക്കുട്ടികളായ ഞങ്ങൾ കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് ഹലാലും ഹറാമും നോക്കാൻ സമ്പാദിച്ചിട്ടുണ്ടാവും പഠിച്ചു. ആ പാവങ്ങളെല്ലാം വിട്ട് എന്നിലേക്ക് വന്ന് പഠിച്ചു. അവരുടെ ഖബറിന്റെ അവസ്ഥകൾക്ക് മാത്രമേ അറിയുള്ളൂ പഠിച്ചു. ഈ രാത്രി ഞങ്ങൾ നിന്നോട് ചോദിക്കാൻ പഠിച്ചു, അവരുടെ ഖബറിൽ എന്തെങ്കിലും ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നീ അത് പഠിച്ചാൽ അവരിൽ നിന്ന് മാറ്റണേ പഠിച്ചു. ഖബറിൽ നീ സ്വർഗത്തിന്റെ അവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കണേ പഠിച്ചു. സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കണേ. പാവങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ പഠിച്ചു. ഞങ്ങളുടെ ദുആ അവരുടെ ഖബറിൽ നൽകണേ പഠിച്ചു. ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ഒരു ദിവസം എന്തായാലും മരിക്കും പഠിച്ചു. ഞങ്ങളൊക്കെ മരണം എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഒന്നും അറിയില്ല പഠിച്ചു. ഞങ്ങളെ നിന്ന് മരിച്ചാലും ഈ ഞങ്ങളിൽ സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങൾക്ക് മരണം തന്നെ പഠിച്ചു. സംതൃപ്തനായ അവസ്ഥയിൽ ഞങ്ങൾക്ക് മരണം തന്നെ അല്ലാഹ് നീ ഞങ്ങളെ കബൂലാക്കണേ പഠിച്ചു. സാദിഖൂൽ ഞങ്ങളാക്കണേ പഠിച്ചു. ഉയർന്ന ദർജയിൽ ആക്കണേ പഠിച്ചു. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, പക്ഷെ തരാൻ നീ അർഹനാണല്ലോ പഠിച്ചു. എല്ലാം സാധിക്കല്ലോ പഠിച്ചു. ഞങ്ങളെ കൂടുതൽ നീ കബൂലാക്കണേ. ഈശോനെ കൂടുതൽ നീ കബൂലാക്കണേ. അല്ലാഹ് ഖുർആന്റെ പഠിച്ചവനെ ഖുർആൻ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളാക്കണേ പഠിച്ചു. പഠിപ്പിക്കുന്നവരെല്ലാവരും നീ കബൂലാക്കണേ. നിങ്ങളെല്ലാവരുടെയും ദുനിയാവും ഞങ്ങൾ നിങ്ങളെ സ്നേഹബന്ധങ്ങളെ അർഷിന്റെ തണലിലെത്തിക്കണേ. ഇരിക്കുന്നവരെ നിന്റെ ദീനിന്റെ ഹിദ്മത്തും ദീനിന്റെ പരിശ്രമം ചെയ്യുന്നു.